ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ 3 രാത്രികളിൽ ഇവിടെ സഭകൾ ചേർന്ന് ക്രമീകരിച്ച ബൈബിൾ ക്ലാസ് നിർവഹിക്കപ്പെടുവാനായി ഇടയായി തീർന്നു. ക്ലാസ്സിൽ കഴിഞ്ഞ 3 രാത്രിയിലും സഭകൾ സംബന്ധിച്ചവരായിട്ടുള്ള പല പ്രിയപ്പെട്ടവരും ഇവിടെ ഉണ്ട്. അതേസമയം എല്ലാ ക്ലാസ്സുകളിലും അറ്റൻഡ് ചെയ്യാൻ കഴിയാത്തവരും, അത് മാത്രമല്ല ഇന്ന് ആരാധനയോടുള്ള ബന്ധത്തിൽ മാത്രം സംബന്ധിച്ചവരുമായിട്ടുള്ള ചിലരുണ്ടായിരിക്കും എന്ന് ഞാൻ കരുതുന്നു. ഏതായിരുന്നാലും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ക്രമീകരിച്ച ദൈവവചന പഠനം അത് സംബന്ധിച്ച് എല്ലാവർക്കും അനുഗ്രഹമായിരുന്നു എന്ന് അറിയുവാൻ ഇടയായിട്ടുണ്ട്. അതിൽ ഞാൻ സന്തോഷിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യും. വിസ്തൃതമായ ഒരു വിഷയമാണ് നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിക്കുവാനായിട്ട് കഴിഞ്ഞത്. അതിന്റെ ഏതാനും ചില ഭാഗങ്ങൾ മാത്രമാണ് നമുക്ക് ചിന്തിക്കുവാൻ കഴിയുന്നത്. ദിവസങ്ങൾ, മണിക്കൂറുകൾ സംസാരിക്കുവാൻ കഴിയുന്ന നിലയിൽ വിസ്തൃതമായ ഒരു വിഷയം ഏതാനും ചില മണിക്കൂറുകൾ കൊണ്ട് അത് പറഞ്ഞ് അവസാനിപ്പിക്കുക അസാധ്യമാണ്. ഇന്ന് കഴിഞ്ഞ ദിവസം നാം ചിന്തിച്ചതിന്റെ തുടർച്ച എന്നുള്ള നിലയിൽ ചില കാര്യങ്ങൾ കൂടെ ചിന്തിക്കുവാൻ മാത്രമാണ് ആഗ്രഹിക്കുന്നത്. 1 മണിക്കൂർ സമയമാണ് എനിക്ക് അനുവദിക്കപ്പെട്ടിട്ടുള്ളത്. ആ സമയത്തിനുള്ളിൽ എന്റെ ശുശ്രൂഷ അവസാനിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. ഇവിടെ പ്രാർത്ഥനയിൽ ഓർത്തതുപോലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിലൂടെ, ദൈവത്തിന്റെ വചനത്തിലൂടെ എന്നോട് സംസാരിക്കണമെന്നുള്ള പ്രാർത്ഥനയോടെ, ചിന്തയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ഒരു നല്ല ചൂടുള്ള അന്തരീക്ഷമാണ്. അതുകൊണ്ട് സ്വാഭാവികമാണ് ഉറക്കവും മയക്കവും ഒക്കെ നമുക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നമ്മളൊക്കെ ബലഹീനമായ ശരീരത്തിൽ ഇരിക്കുന്നവരാണല്ലോ. ഞാൻ ആരെയും ആ നിലയിൽ കുറ്റപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഒരു പക്ഷേ രാവിലെ തന്നെ 2, 3, 4 ഒരു കൈപ്പിടി ഗുളിക കഴിച്ചിട്ട് വരുന്ന ഒരു ഉണ്ട് എനിക്കറിയാം. ഞങ്ങളും അതിൽ നിന്ന് വ്യത്യസ്തരല്ല. ഷുഗറും അതുപോലുള്ളതായ പ്രയാസങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ട് ഇൻസുലിനും മരുന്നും ഒക്കെ ഉപയോഗിച്ചിട്ടൊക്കെയാണ് ഇങ്ങനെ മുമ്പോട്ട് പോകുന്നത്. അങ്ങനൊരു പ്രത്യേക സാഹചര്യമാണല്ലോ നമുക്കുള്ളത്. ശരീരത്തിന്റെ ബലഹീനതയിൽ നമ്മളായിരിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രത്യേകമായ സഹായം നമുക്ക് ലഭിക്കാൻ നമ്മളിങ്ങനെ മുമ്പോട്ട് പോകുന്നു എന്നുള്ളതിൽ കവിഞ്ഞ് നമുക്കൊന്നും പ്രശംസിക്കുവാനായില്ല. എത്ര ആരോഗ്യവന്മാരെന്ന് പറഞ്ഞാലും, എത്ര ശക്തരാണെന്ന് പറഞ്ഞാലും നമ്മളൊക്കെ ബലഹീനരാണ്. അതുകൊണ്ട് നിങ്ങളുടെ ആ ശാരീരികമായ ബലഹീനത കണക്കിലെടുത്തുകൊണ്ട് തന്നെ ഞാൻ ദൈവത്തിന്റെ വചനത്തിൽ നിന്നുള്ള ആലോചന അത് ദീർഘിപ്പിക്കാതെ ഉള്ള സമയം നമുക്ക് എല്ലാവർക്കും ചിന്തിക്കത്തക്ക നിലയിലും നമുക്ക് എല്ലാവർക്കും പ്രയോജനപ്പെടുത്തക്ക നിലയിലും പറയുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. നമുക്ക് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പുനരാഗമനത്തോടുള്ള ബന്ധത്തിൽ അതിന്റെ അനുബന്ധ സംഭവങ്ങളാണ് നമ്മൾ കഴിഞ്ഞ രാത്രിയിൽ ചിന്തിച്ചത്. അനുബന്ധ സംഭവങ്ങൾ എന്ന് പറയുന്നത്, പുനരാഗമനം സംഭവിക്കുമ്പോൾ യേശുക്രിസ്തു മടങ്ങി വരുന്നതിനോടുള്ള ബന്ധത്തിൽ അവിടെ പറഞ്ഞിരിക്കുന്ന ചില പ്രധാനമായ കാര്യങ്ങളുണ്ട്. അതായത് കർത്താവ് മടങ്ങി വരുന്നു. കർത്താവ് മടങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ച വിശുദ്ധന്മാര് എന്ത് ചെയ്യുന്നു? മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. ക്രിസ്തുവിൽ മരിച്ച വിശുദ്ധന്മാർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും എന്ന് പറയുമ്പോൾ പിന്നെ ജീവനോടെ ശേഷിക്കുന്നവർ. അപ്പോൾ ഈ ക്രിസ്തുവിൽ മരിച്ച വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ തന്നെ ഇവിടെ ജീവനോട് ശേഷിക്കുന്നതായ കുറെ ആളുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ അത് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. കർത്താവിന്റെ പുനരാഗമനം സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ഉത്പ്രാവണം സംഭവിക്കുന്നത് നമ്മുടെ ജീവിതകാലത്ത് തന്നെയാണെങ്കിൽ നാം ഒന്ന് ഓർത്തു നോക്കുക. നമ്മുടെ ജീവിതകാലത്ത് തന്നെ ഉത്പ്രാവണം സംഭവിക്കുകയാണെങ്കിൽ നമ്മൾ ഇവിടെ ഇപ്പോൾ ജീവനോട് ശേഷിക്കുക. അപ്പോൾ മുമ്പേ എന്നുള്ള ഒരു പ്രഥമ സ്ഥാനം നമുക്ക് മുമ്പേ മരിച്ചുപോയ വിശുദ്ധന്മാർക്കുണ്ട്. കർത്താവിനെ പ്രാപിച്ച വിശുദ്ധന്മാർക്കുണ്ട്. എങ്കിലും ആ മുമ്പേ
അവർ ഉയർത്തെഴുന്നേൽക്കും. നാം തേജസ്കരിക്കപ്പെട്ട ശരീരത്തോടുകൂടെ കർത്താവിനെ എതിരേൽപ്പാൻ എന്ത് ചെയ്യും? മേഘങ്ങളിൽ എടുക്കപ്പെടും. അപ്പോൾ മേഘങ്ങളിൽ എടുക്കപ്പെടും എന്ന് പറയുന്നത് ഒരു റീയൂണിയനാണ്. അതായത് നമുക്ക് മുമ്പേ മരിച്ചുപോയ വിശുദ്ധന്മാരും ഇപ്പോൾ ജീവനോടെ ശേഷിക്കുന്ന ദൈവമക്കളും അവരെല്ലാവരും ഒരുമിച്ച് ഒന്നായി ചേർന്ന് ഒന്നായി ചേർന്ന്, രണ്ടായിട്ടല്ല, ഒന്നായി ചേർന്ന് മരിച്ചുപോയ വിശുദ്ധന്മാര് ജീവനോടെ ശേഷിക്കുന്ന ഒരു കർത്താവിന്റെ വരവിങ്കൽ ഉൾപ്രാവണ സമയത്ത് അപ്പോൾ ജീവനോടിരിക്കുന്ന വിശുദ്ധന്മാരും അവർ ഒരുമിച്ച് കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും, ഉൾപ്രാവണം ചെയ്യപ്പെടും. അങ്ങനെ നമ്മൾ കർത്താവിനോട് കൂടെ എന്നും എന്നേക്കും കർത്താവിനോട് കൂടെ ഇരിക്കും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളുകയും. അതാണ് നമ്മൾ ഉൾപ്രാവണത്തോടുള്ള ബന്ധത്തിൽ അവസാനമായി പറഞ്ഞ് ചിന്തിച്ച് അവസാനിപ്പിച്ചത്. നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആഗമനത്തോടുള്ള ബന്ധത്തിൽ എന്തൊക്കെയാണ് അതിന്റെ ഉദ്ദേശങ്ങൾ, കർത്താവ് വരുന്നതിന്റെ ഉദ്ദേശങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഒന്ന് ചിന്തിക്കുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. അതിനോട് ചേർന്ന് ചില വിഷയങ്ങളും വരും. അത് സംസാരിക്കുമ്പോൾ അതിന്റെ സമയത്തിന്റെ ക്രമീകരണം അനുസരിച്ച് മുമ്പോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുകയാണ്. കർത്താവ് എന്തിനാണ് വരുന്നത്? എന്തിനാ കർത്താവ് വരുന്നത്? ഉൾപ്രാവണം സംഭവിക്കും. എന്തിനാ വരുന്നത് എന്നല്ല ഇതുവരെ പറഞ്ഞത്. പിന്നെ അത് ചോദിക്കേണ്ട കാര്യമുണ്ടോ എന്നൊരു പക്ഷേ ചിന്തിച്ചേക്കാം. എന്നാൽ ഞാൻ അതൊരിക്കൽ കൂടി ചോദിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് അറിയാമോ? കർത്താവ് എന്തിനു വരുന്നു എന്ന് നാം വ്യക്തമായി മനസ്സിലാക്കിയിരിക്കണം. എന്തിനു വരുന്നു? നമ്മൾ എല്ലാവരും പറയും കർത്താവിന്റെ വിശുദ്ധ സഭയെ, കർത്താവിന്റെ മണവാട്ടിയെ വേളി കഴിക്കുവാൻ. കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ, തന്റെ കാന്തയിൽ തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. അവൾക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു. മണവാട്ടി സഭ, കർത്താവിന്റെ മണവാട്ടി സഭ. നമ്മളെ മണവാട്ടികളായിട്ടാണ്, മണവാട്ടികൾ എന്നല്ല മണവാട്ടിയായിട്ടാണ്. മണവാട്ടികൾ എന്ന് പറഞ്ഞാൽ ഒന്നിലധികം വരും. മണവാട്ടികൾ എന്നല്ല, മണവാട്ടി. യേശു കർത്താവ് കാന്തൻ ഒരുവൻ മാത്രം. ആ കാന്തന് വിശുദ്ധ സഭയെ ഒന്നായിട്ടാണ് മണവാട്ടി സഭ എന്നുള്ള നിലയിലാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ട വിശുദ്ധ കന്യകയാണ് ദൈവത്തിന്റെ സഭ. വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുക. വിവാഹം ഇതുവരെ ചെയ്തിട്ടില്ല, നടന്നിട്ടില്ല. വിവാഹം നിശ്ചയം ചെയ്യപ്പെട്ടാൽ ഒരു കാര്യം ഉറപ്പാണ്, നിശ്ചയിച്ച കല്യാണമാണ് എന്ത് ചെയ്യുന്നത്? നടക്കുന്നത്. നിശ്ചയിച്ച കല്യാണമാണ് നടക്കുന്നത്. അതുകൊണ്ടാണ് ഈ വിവാഹത്തിന് മുമ്പ് എന്ത് ചെയ്യും? ഒരു നിശ്ചയം വയ്ക്കുന്നത്, ഉറപ്പ് വയ്ക്കുന്നത്. അതിന് ഉറപ്പുന്നുള്ളത് ഒരുപക്ഷെ അന്ന് തന്നെയാണെങ്കിലും കല്യാണം ഇപ്പോഴത്തെ സമയത്തിന്റെ ക്രമീകരണം അനുസരിച്ചും യാത്രാ സൗകര്യമൊക്കെ അനുസരിച്ച് മിക്കവാറും ഇപ്പോൾ ചില കല്യാണങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത്, ഉറയ്ക്കുന്നത് അന്ന് തന്നെയാണ്. ഒരു 10 മിനിറ്റ് ഇടവേള കഴിഞ്ഞാൽ പിന്നെ എന്തുവാ? പിന്നെ കല്യാണമാണ്. ഒരുപാട് സമയമൊന്നും കാത്തിരിക്കേണ്ട. കല്യാണത്തിന് വേണ്ടി നിശ്ചയം കഴിഞ്ഞാൽ ഉടനെ കല്യാണം. എന്നാൽ കർത്താവ് തന്റെ വിശുദ്ധ കന്യകയെ, വിശുദ്ധ മണവാട്ടിയെ വിവാഹ നിശ്ചയം ചെയ്തിട്ട് ഇപ്പൊ എത്ര കാലമായി? ഏതാണ്ട് 2000-ഓളം വർഷമാകുന്നു. വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടു. വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ട വിശുദ്ധ കന്യകയാണ് ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് സർപ്പം ഉപായത്താൽ ഹൗവയെ ചതിച്ചതുപോലെ നിങ്ങളുടെ ഹൃദയം ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഞാൻ ഈ വാക്യം വായിച്ചത് എവിടുന്ന് അറിയാൻ എവിടാ? ഒരുത്തർക്ക് എഴുതിയ 2-ാം ലേഖനം 11-ാം അധ്യായം 1-2 വാക്യങ്ങളാണ് ഞാൻ ഉദ്ധരിച്ചത്. അതായത് ഞാൻ മനപ്പാടത് പറഞ്ഞത് മാത്രമേ ശുശ്രൂഷയുടെ ആമുഖം എന്നുള്ള നിലയിൽ പറഞ്ഞു. അപ്പോൾ ഈ വാക്യങ്ങളൊക്കെ വായിക്കണം. അതിൽ ഞാൻ നിങ്ങളെ ചുമതലപ്പെടുത്തുന്നതാണ്. എന്നാൽ ക്രിസ്തു എന്ന ഏക പുരുഷന് വേണ്ടി നിർമ്മല കന്യകയായി നമ്മെ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. നമ്മൾ നിർമ്മല കന്യകയാണ്, വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ട കന്യകയാണ്. അതുകൊണ്ട് അശുദ്ധി പറ്റിക്കൂടാതെ വേണം നമ്മൾ നമ്മളെ തന്നെ വിശുദ്ധിയിൽ കാത്തുകൊള്ളണം. യഹൂദന്മാരുടെ വിവാഹ ക്രമീകരണം അനുസരിച്ച് നമുക്കറിയാം, യോസേഫിന് വേണ്ടി വിവാഹ നിശ്ചയം ചെയ്തിരുന്ന ഒരു കന്യകയായ
പെൺകുട്ടിയായിരുന്നു ആര്? മറിയ. യോസേഫിന് വേണ്ടി വിവാഹ നിശ്ചയം ചെയ്തിരുന്ന കന്യകയായ പെൺകുട്ടിയായിരുന്നു മറിയ. പക്ഷേ ഈ കന്യകയായ മറിയയിൽ യോസേഫിന് ഒരു ഒരു കുറ്റം കാണാനായിട്ട്, കുറ്റം എന്ന് പറഞ്ഞാൽ അത് പൊറുക്കത്തക്ക കുറ്റമല്ല, അക്ഷന്തിമമായ കുറ്റമാണ്. ആ കുറ്റം അവളിൽ കാണുകയാൽ അവളെ ഗൂഢമായി ഉപേക്ഷിക്കുവാൻ അവൾ എന്ത് ചെയ്തു? യോസേഫ് തീരുമാനിച്ചു. പിന്നെ ഉപേക്ഷിക്കാതിരുന്നത് എന്തുകൊണ്ടാണ്? അപ്പോൾ വിവാഹ നിശ്ചയം കഴിഞ്ഞാൽ ഏതാണ്ട് 1 വർഷം കഴിഞ്ഞിട്ട് യഹൂദന്മാരുടെ വിവാഹം നടക്കത്തുള്ളൂ. വിവാഹ നിശ്ചയം കഴിഞ്ഞിട്ട് 1 വർഷം കാത്തിരിക്കണം വിവാഹത്തിന് വേണ്ടി. ഈ 1 വർഷത്തെ കാലത്തിനിടയിൽ എന്തെങ്കിലും പോരായ്മ ആ പെൺകുട്ടിക്കോ ആ പുരുഷനോ സംഭവിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയാൽ എന്ത് സംഭവിക്കാം? ആ വിവാഹം നടക്കാതിരിക്കാം. അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇവിടെ യോസേഫ് ആ വ്യവസ്ഥ ഉപയോഗിച്ചാണ് അവൾക്ക് അപമാനം വരരുത് എന്നുള്ള ചിന്തയുണ്ടായിരുന്നു. അപ്പോൾ തന്നെ അങ്ങനെ ഒരു പ്രയാസം നേരിട്ടത് കൊണ്ട് ഗൂഢമായി ഉപേക്ഷിക്കുവാനായിട്ട് തീരുമാനിച്ചു. എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് യോസേഫിന് അത് വെളിപ്പെടുത്തി കൊടുത്തു. ഞാനിത് പറഞ്ഞതിന്റെ ആശയം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ട വിശുദ്ധ കന്യകയാണ്. ആകയാൽ വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുന്നത് കൊണ്ട് രക്ഷിക്കപ്പെട്ട സകല ദൈവമക്കളുടെയും ഉത്തരവാദിത്വമാണ് അവർ വിശുദ്ധരായിട്ട് തങ്ങളെ തന്നെ സൂക്ഷിക്കും. കർത്താവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന ദൈവമക്കൾ, കുഞ്ഞാടിന്റെ കല്യാണം നടക്കാൻ പോവുകയാണ്. അവൾക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു. കൃപയാൽ നമുക്ക് ആ വിശേഷ വസ്ത്രം അത് വിശുദ്ധന്മാരുടെ നീതിപ്രവർത്തികൾ തന്നെ എന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈവമക്കളെ, കർത്താവ് വരുന്നു തന്റെ വിശുദ്ധ മണവാട്ടിയെ തന്റെ സംഘത്തിലേക്ക്. ഞാൻ പ്രാരംഭത്തിൽ ഒരു വാക്യം ഓർപ്പിച്ചു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആ വാക്യം നമുക്ക് ഒന്നുകൂടെ വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 24-ാമത്തെ വാക്യം. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 24-ാമത്തെ വാക്യം. പിതാവേ, നീ ലോകസ്ഥാപനത്തിന് മുമ്പേ എന്നെ സ്നേഹിച്ചിരിക്കൊണ്ട് എനിക്ക് നൽകിയ മഹത്വം നീ എനിക്ക് തന്നിട്ടുള്ളത് കാണേണ്ടതിന് ഞാൻ ഇരിക്കുന്നിടത്ത് അവരും എന്നോടുകൂടെ ഇരിക്കണമെന്ന് ഞാൻ ഇച്ഛിക്കുന്നു. നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം അവരും കാണണം എന്ന് പറഞ്ഞാൽ എനിക്ക് തന്നിട്ടുള്ളവരും കാണണം. അതിന് എന്താ ആഗ്രഹിക്കുന്നത്? ഒന്നുകൂടെ വായിച്ചേ. നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം നീ എനിക്ക് തന്നിട്ടുള്ളവർ കാണേണ്ടതിന് ഞാൻ ഇരിക്കുന്നിടത്ത് അവരും എന്നോട് കൂടെ ഇരിക്കണം എന്ന് ഞാൻ ഇച്ഛിക്കുന്നു. അവരും എന്നോട് കൂടെ ഇരിക്കും എന്ന് പറഞ്ഞാൽ നമ്മുടെ കർത്താവിന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് നമ്മെ കർത്താവിനോട് കൂടെ ഇരുത്തണം. നമ്മെ കർത്താവിനോട് കൂടെ ഇരുത്തണം. അതാ കർത്താവിന്റെ ഏറ്റവും വലിയ ആഗ്രഹം. വേറെ ഒരു ആഗ്രഹവും കർത്താവിനില്ല. അതിനുവേണ്ടിയാണ് കർത്താവ് രക്തം ചിന്തിയത്. അതിനുവേണ്ടിയാണ് നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചത്. നാം ഇപ്പോൾ ഓർത്തല്ലോ, നമുക്ക് വേണ്ടി പങ്കപ്പാടുകൾ സഹിച്ച്, വിലകൾ സഹിച്ച്, കഷ്ടങ്ങൾ അനുഭവിച്ച്, അപമാനങ്ങളും നിന്ദകളും സഹിച്ച് കാൽവരിയിലെ ക്രൂശിൽ തന്റെ ജീവൻ നമുക്ക് വേണ്ടി ബലിയാക്കി തീർത്തത് എന്തിനു വേണ്ടിയാണ്? തന്റെ രക്തത്താൽ സമ്പാദിച്ച വിശുദ്ധ സഭ തന്നോടൊന്നിച്ചിരിക്കണം, കർത്താവിനോടൊന്നിച്ചിരിക്കണം. യേശു കർത്താവിന്റെ വരവിന്റെ പ്രഥമവും പ്രധാനവുമായ ഉദ്ദേശവും എന്നത് തന്റെ രക്തത്താൽ സമ്പാദിച്ച വിശുദ്ധ കന്യകയെ തന്നോടൊപ്പം ഇരുത്തണം. വേളി കഴിച്ച് കുഞ്ഞാടിന്റെ കല്യാണം, ആ കുഞ്ഞാടിന്റെ കല്യാണം ഏറ്റവും ആസന്നമായിരിക്കുകയാണ്. കർത്താവ് തന്റെ സഭയെ ചേർക്കുവാൻ വരുന്നു. അതുകൊണ്ട് നമ്മെ കർത്താവിനോട് കൂടെ ഇരുത്തണം എന്നുള്ളതാണ് ഏറ്റവും വലിയ ആഗ്രഹം. പുനരാഗമനത്തിൽ ആ കാര്യം, ആ ഇച്ഛ പൂർത്തീകരിക്കും. നമ്മുടെ കർത്താവിന്റെ ആഗ്രഹം പൂർത്തീകരിക്കും. നാം ഈ ദൈവമക്കളാണ്, ദൈവത്തിന്റെ കൃപയാൽ രക്ഷിക്കപ്പെട്ടവരാണ്. നമ്മുടെയൊക്കെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു ആഗ്രഹമുണ്ടോ? എനിക്ക് എന്റെ കർത്താവിനോട് കൂടെ ഇരിക്കണം, എനിക്ക് എന്റെ കർത്താവിനോട് കൂടെ ആയിരിക്കണം എന്നാ ആ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് ഒരാഗ്രഹം നമുക്കുണ്ടോ? ഞാന് ഇപ്രകാരം ഒരു കഥ സുവിശേഷ മാസികയിൽ വന്നതാണ്. കഥയായിരിക്കാം, ഒരുപക്ഷെ സംഭവമായിരിക്കാം.
ഞാനൊന്ന് ഓർപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുക. ഒരു കൊച്ചു പെൺകുട്ടി ഈ ഇപ്പോഴത്തെ രീതി ഈ പട്ടം പറപ്പിക്കണമെന്നുണ്ട്. ഇപ്പൊ എല്ലാവരുടെയും കയ്യിൽ എന്തുവാ ഗെയിം. പിള്ളേര് ആണെങ്കിലും വലിയവരാണെങ്കിലും എല്ലാവരുടെയും കയ്യിൽ മൊബൈൽ കാണും. ഇപ്പൊ പഴയ കളികളൊന്നും ഇല്ല, എല്ലാവർക്കും ഗെയിം. ഈ ഗെയിം ഇല്ലെങ്കിൽ ഇന്ന് പലർക്കും ഉറക്കം വരത്തില്ല. ഗെയിം ഇല്ലെങ്കിൽ ഒരു അല്പ സമയത്തേക്ക് മൊബൈൽ മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആകെപ്പാടെ അസ്വസ്ഥതയാണ്. അത് കൊച്ചു പിള്ളേർക്ക് മാത്രമല്ല, മുതിർന്നവർക്കാണെങ്കിൽ എല്ലാവർക്കും വലിയ അസ്വസ്ഥതയാ. ഈ കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടി ഗെയിമിന് അഡിക്റ്റ് ആയതുകൊണ്ട് മാതാപിതാക്കന്മാര് ആ മൊബൈൽ അങ്ങ് മാറ്റി വെച്ചു. ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്തു. പത്രത്തിൽ വന്നതാ, ഈ അടുത്ത സമയത്ത് പത്രത്തിൽ വന്ന ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്തു. ഗെയിമിനൊക്കെ അഡിക്റ്റ്. പഴയതുപോലുള്ള പഴയ കളികളൊന്നും ഇപ്പൊ ഇല്ല. പക്ഷേ ഈ പട്ടം പറപ്പിക്കുന്ന ഒരു ഒരു കളി കുട്ടികളൊക്കെ പട്ടം പറപ്പിച്ചിട്ടുണ്ട്. ഇപ്പൊ കുറെ കുട്ടികൾ ഇങ്ങനെ പട്ടം പറപ്പിച്ചുകൊണ്ടിരിക്കുക. പട്ടം പറപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൽ ഒരു കുട്ടിയുടെ മുഖത്ത് വലിയ സന്തോഷം, എല്ലാ കുട്ടികളുടെ മുഖത്തില്ലാത്തൊരു സന്തോഷം. അപ്പൊ അതുവഴി ഒരു മധ്യവയസ്കനായ ഒരു മനുഷ്യൻ, വെള്ളെടുത്തൊക്കെ ബാധിച്ചൊരു മനുഷ്യനാ അതുവഴി കടന്നു വന്നപ്പോ മറ്റു കുട്ടികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ കുട്ടിയുടെ മുഖത്ത് ഒരു വലിയ സന്തോഷം. അപ്പൊ ആ കുട്ടിയോട് ചോദിച്ചു, മോളെ എന്താ മോളെ ഇത്ര സന്തോഷം? അപ്പോ ആ കൊച്ചു പറഞ്ഞു, മകളെ അങ്ങനെ മുകളിലോട്ട് നോക്കിക്കേ, എന്തായാലും പട്ടം പറക്കുന്നത് എന്റെ പട്ടമാണ് ഏറ്റവും ഉയരത്തിൽ പറക്കുന്നത്, ഏറ്റവും ഉയരത്തിൽ പറക്കുന്നത് എന്റെ പട്ടമാണ്. അതുകൊണ്ടാണ് എന്റെ മുഖത്ത് ഇത്രയധികം സന്തോഷം എന്ന് കൊച്ചു പറയുണ്ടായി. അപ്പോൾ ആ വെള്ളെടുത്തുള്ള മനുഷ്യൻ, ആ മധ്യവയസ്സിനായ പുള്ളി ഉയരത്തിലേക്ക് നോക്കിയിട്ട് പട്ടം പറക്കുന്ന പുള്ളിക്ക് കാണാൻ പറ്റിയില്ല. അദ്ദേഹം പറഞ്ഞു, ഞാൻ കാണുന്നില്ലല്ലോ, പട്ടം കാണുന്നില്ലല്ലോ എന്ന് കണ്ടപ്പോ ഈ കൊച്ചു ചെറിയ ഒരു സൂത്രം, എന്താ സൂത്രം? ഈ പട്ടത്തിന് എന്തുണ്ട്? ഒരു ചരടുണ്ട്. ഈ ചരട് എവിടെ ചുറ്റിയിരിക്കുക? ഈ വിരലെ ചുറ്റിയിരിക്കുക, കൈ ചുറ്റിയിരിക്കുക. ഈ ചുറ്റിയിരിക്കുന്ന പട്ടം ഉയരെ പറക്കുന്നു എന്നുള്ളത് തെളിവായിട്ട് കൊച്ചു പറഞ്ഞ കാര്യം ഉണ്ടെന്നറിയാമോ? അങ്ങനെ നോക്കിയത് എന്റെ കയ്യിലേക്ക് നോക്കി, ഈ ചരട് എത്തിക്കൊണ്ടിരിക്കുക, ഈ ചരട് ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കും. ഈ ചരട് ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്നിടത്തോളം കാലം എനിക്ക് ഒരു കാര്യം ഉറപ്പാണ്, എന്റെ പട്ടം ഉയരത്തിൽ പറക്കുകയാണ്. ഈ ചരട് ചലിച്ചുകൊണ്ടിരിക്കുക. ദൈവമക്കളുടെ ഹൃദയത്തിൽ ഒരു ചലനമുണ്ട്. ആ ചലനത്തിനാണെന്ന് പറയുന്നത് പ്രത്യാശ. ആ ചലനത്തിനാണ് നമ്മുടെ കർത്താവിന്റെ വരവിങ്കൽ നാം എടുത്തുകൊള്ളപ്പെടും, നാം കർത്താവിനോടുകൂടെ ചേർക്കപ്പെടും. നമ്മുടെ ഹൃദയത്തിന്റെ ആഴത്തിൽ ഈ പ്രത്യാശയുണ്ടെങ്കിൽ പ്രത്യാശയുടെ ഗാനങ്ങൾ പാടും. ദൈവത്തെ തേജസ്സോടുകൂടെ മഹത്വത്തോടുകൂടെ ദർശിക്കുവാൻ നമ്മുടെ കണ്ണുകൾക്ക് അസാധ്യമെങ്കിലും ആ കർത്താവിനോടൊപ്പം ഇരിക്കുവാനുള്ള വലിയ ആഗ്രഹം നമ്മുടെ ഹൃദയത്തിലുണ്ടായിരിക്കും. ദൈവസന്നിധി നമ്മൾ കാക്ഷിക്കും. ദൈവസന്നിധിയെ കുറിച്ചുള്ള ആ വലിയ ആകാംക്ഷ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകും. ഭക്തൻ പറഞ്ഞില്ലേ, പാടിയില്ലേ, മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ ദൈവമേ എന്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാക്ഷിക്കുന്നു. കർത്താവിനോട് ഒന്നിച്ചിരിക്കുവാൻ, കർത്താവിന്റെ സാന്നിധ്യം കാക്ഷിക്കുന്ന ഒരു വിശുദ്ധ സഭ എന്ന് ഭൂമിയിലുണ്ട്. ആ വിശുദ്ധ സഭയിലെ, ആ വിശുദ്ധ കന്യകയിലെ, ആ മണവാട്ടി സഭയുടെ അംഗങ്ങളാണ് ഞാനും നിങ്ങളും എന്നുള്ള നിലയിൽ നമ്മുടെ ഹൃദയത്തിൽ ഈ വലിയ പ്രത്യാശ ഉണ്ടായിരിക്കണം. നാം നമ്മുടെ കർത്താവിനോട് ഒന്നിച്ചിരിക്കുന്നവരെ കർത്താവ് തന്റെ വിശുദ്ധ മണവാട്ടിയെ തന്റെ സവിധത്തിലേക്ക് ചേർക്കുവാൻ കർത്താവ് മടങ്ങി വരുന്നു. രണ്ടാമത്, നമുക്ക് ഇനി ഞാൻ പറയുന്ന കാര്യം അത്ര സന്തോഷമുള്ളൊരു കാര്യം, കർത്താവ് മടങ്ങി വരും, നാം കർത്താവിനോട് ഒരുമിച്ചിരിക്കും, അതൊക്കെ സന്തോഷമാണ്. എന്നാൽ അടുത്തത് ഒരു വാക്യം നമുക്ക് നോക്കാം. 1 കൊരിന്ത്യർ 4-ാം അധ്യായം 5-ാം വാക്യം. കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായം 5-ാം വാക്യം നമുക്ക് വായിച്ച് കേൾക്കാം, ശ്രദ്ധിക്കാം. ആകയാൽ കർത്താവ് വരുമ്പോഴും സമയത്തിന് മുമ്പേ അവൻ എനിക്ക് മറന്നിരിക്കുന്നത് തെറ്റാക്കി ഹൃദയങ്ങളുടെ ആലോചനകളെ വെളിപ്പെടുത്തുന്നു. അന്ന് ഓരോരുത്തരും ഏതെങ്കിലും ഏർപ്പെടുത്തിണ്ടാവും. അവൻ ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്നത് വെളിച്ചത്താക്കും. അന്ന് ഓരോരുത്തര് ദൈവത്തിന്റെ സന്നിധിയിൽ എന്തുണ്ടാകും? അപ്പൊ കർത്താവ് വരുന്നു, സന്തോഷമാണ്. നാം കർത്താവിനോട് ഒന്നിച്ചിരിക്കുവാൻ പോവുകയാണ്, സന്തോഷമാണ്. എന്നാൽ ഈ പറയുന്ന വാക്യങ്ങൾ നമ്മുടെ ഹൃദയത്തെ ഒന്ന് ചിന്തിപ്പിക്കേണ്ടതാണ്, നമ്മുടെ ജീവിതത്തെ ഒന്ന് ക്രമീകരിക്കേണ്ടതാണ്. അവൻ ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്നത് വെളിച്ചത്താക്കി ഹൃദയങ്ങളുടെ ആലോചനകളെ വെളിപ്പെടും. ആട്ടെ,
എന്ന് പറഞ്ഞാൽ നമ്മുടെ രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്നു. ഇവിടെ ഇരിക്കുന്ന നമ്മളൊക്കെ ഇങ്ങനെയൊക്കെ ഇരിക്കുന്നെങ്കിലും എന്തൊക്കെ ചിന്തിച്ചുകൊണ്ടായിരിക്കുന്നത്? ഇവിടെ ഒരു നമ്മുടെ ചിന്തകളൊക്കെ രേഖപ്പെടുത്താൻ കഴിയുന്ന ഒരു മിഷൻ സ്ഥാപിച്ചിരുന്നെങ്കിൽ ആരാധനയ്ക്ക് ഇരിക്കുക, വചനം കേൾക്കുക, പക്ഷെ നമ്മുടെ ചിന്തകളെല്ലാം സ്ക്രീനിൽ. പക്ഷെ അങ്ങനെ ഒരു വിഷയം കണ്ടുപിടിക്കാത്തത് കൊണ്ട് ദൈവത്തിന് സ്തോത്രം. എന്നാൽ ദൈവത്തിന്റെ സന്നിധി ഒരു സ്ക്രീനിൽ തെളിയുന്നത് പോലെ നമ്മുടെ ജീവിതത്തിലെ രഹസ്യങ്ങൾ തെളിയും. ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്നത് വെളിച്ചത്താക്കും, ഹൃദയങ്ങളുടെ ആലോചനകളെ പുറത്തു കൊണ്ടുവരും. അന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ ഓരോരുത്തന് പുകഴ്ചയുണ്ടാകും. എന്താ ഈ പറഞ്ഞതിന്റെ ആശയം? നമ്മുടെ പാപങ്ങളൊക്കെ കർത്താവ് ക്ഷമിച്ചു തന്നില്ലേ? കഴിഞ്ഞകാല പാപങ്ങളൊക്കെ കർത്താവ് ക്ഷമിച്ചു തന്നില്ലേ? രക്ഷിക്കപ്പെടുന്നതിന് മുമ്പുള്ള നമ്മുടെ പാപങ്ങൾ ഇതിവിടെ വിഷയമല്ല. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പുള്ള നമ്മുടെ പാപങ്ങളെല്ലാം അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പുള്ള സകല പാപങ്ങളും ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. യഹോവ അകൃത്യങ്ങളെ കിടാതെ ആത്മാവിൽ കപടമില്ലാതെ ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. രക്ഷിക്കപ്പെട്ടതിന് ശേഷവും പാപം ചെയ്യൂ. രക്ഷിക്കപ്പെട്ടതിന് ശേഷം പാപം ചെയ്യൂ. വല്ലാതെ പാപം ചെയ്യുകയില്ലെന്ന് പറഞ്ഞാൽ തന്നെ അതൊരു പാപം അല്ലേ? രക്ഷിക്കപ്പെട്ടതിന് ശേഷം ഞാൻ ഒരു പാപവും ചെയ്തിട്ടില്ല എന്ന് പറയാൻ കഴിയുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ അവർ ദയവായി മുമ്പോട്ട് വരണം. അവർ എല്ലാവരും ഒന്ന് കാണണം. നമ്മുടെ ഒക്കെ ജീവിതത്തിൽ രക്ഷിക്കപ്പെട്ടത് കൃപയാണ്. രക്ഷിക്കപ്പെട്ടുവെങ്കിലും നമ്മുടെ ജീവിതത്തിൽ എന്തുണ്ട്? പാപം ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. നമ്മിൽ പാപമുണ്ട്. നമ്മിൽ പാപമില്ല എന്ന് പറയുന്നെങ്കിൽ നാം ദൈവത്തെ അസത്യവാദിയാക്കുന്നു. എന്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിക്കാനും കരുതുന്നു. ഒരുവൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിന്റെ അടുക്കൽ ഉണ്ട്. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. അതിനുശേഷം യോഹന്നാൻ 1-ാം വാക്യത്തിൽ എന്താ പറഞ്ഞേക്കെന്ന് അറിയാമോ? നമ്മുടെ പാപങ്ങളെ നാം ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. അപ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? ഈ രണ്ട് വാക്യങ്ങളുടെ തമ്മിൽ ഇടയിൽ നാം വിശ്വസിച്ചാൽ എന്താ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? രക്ഷിക്കപ്പെടുന്നതിന് മുമ്പുള്ള സകല പാപങ്ങളും കർത്താവ് എന്ത് ചെയ്തു? ക്ഷമിച്ചു തന്നു. പൂർണ്ണമായി ക്ഷമിച്ചു തന്നു. കാൽവറിയിലെ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെട്ടു. നാം വീണ്ടെടുക്കപ്പെട്ടു. നാം ദൈവത്തിന്റെ മക്കളാണ്. നമ്മെ ഇപ്പോൾ എവിടെ ഇരുത്തിയിരിക്കുന്നത്? ക്രിസ്തുവേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിലിരുത്തിയിരിക്കുന്നു. നമ്മെ സ്വർഗത്തിലിരുത്തിയിരിക്കുന്നു. ഏറ്റവും വിശിഷ്ടമായ ഒരു പദവി നൽകി, ഒരു അനുഗ്രഹം നൽകി നമ്മെ കർത്താവിനോടുകൂടെ ഇരുത്തിയിരിക്കുകയാണ്. നാം ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നെങ്കിലും നമ്മൾ സ്വർഗത്തിലാണ്. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ പറ്റിക്കൂടാവുന്ന പോരായ്മകളാണ് തെറ്റുകുറ്റങ്ങൾ. അപ്പോഴപ്പോൾ ഏറ്റു പറഞ്ഞ് എന്ത് ചെയ്യണം? ദൈവത്തോട് നിലർത്തുക. തെറ്റു പറ്റാത്തതില്ല, എന്നാൽ തെറ്റു പറ്റി അതെന്ത് ചെയ്യും? രഹസ്യമായ പാവങ്ങളെങ്കിൽ രഹസ്യമായി ദൈവത്തോട് ഏറ്റുപറയണം. പരസ്യമായ പാപങ്ങളെങ്കിൽ അതാരോട് പാപം ചെയ്തോ ആ വ്യക്തിയോടും പരസ്യമായി എന്ത് ചെയ്യണം? പാപം. ഞാൻ ഈ യാഗങ്ങളെ കുറിച്ചൊക്കെ അതിന്റെ ഒരു പുസ്തകം കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഏതായാലും കോപ്പികളേ ഉള്ളൂ. ഈ യാഗങ്ങളെ കുറിച്ചൊക്കെ പഠിച്ചപ്പോൾ അതിന്റെ ഒരു കാര്യം എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ പാപയാഗം എന്ന് പറഞ്ഞൊരു യാഗം, 5 യാഗങ്ങളാണ് പ്രധാനമായും. ഏതൊക്കെയാണെന്നറിയാമല്ലോ? ഹോമയാഗം, ബോധനയാഗം, സമാധാനയാഗം, പാപയാഗം, അലസ്യാഗം. 5 യാഗങ്ങൾ. ഈ 5 യാഗങ്ങളിൽ ആര് പാപം ചെയ്താൽ, പ്രമാണിയാകട്ടെ, ഒരു പുരോഹിതനാകട്ടെ, ഒരു സാധാരണക്കാരനാകട്ടെ, സഭ മുഴുവനുമാണ്. അതിന് വ്യവസ്ഥകളുണ്ട് കേട്ടോ. വ്യവസ്ഥകൾ. പ്രമാണി പാപം ചെയ്താൽ
പുരോഹിതൻ പാപം ചെയ്താൽ, സഭ മുഴുവൻ പാപം ചെയ്താൽ, ഒരു സാധാരണ വ്യക്തി പാപം ചെയ്താൽ അത് ത്യാഗം കഴിക്കണം, പാപയാഗം അർപ്പിക്കണം. അതിന് വ്യത്യാസം. പുരോഹിതനും സഭയുമാണ് പാപം ചെയ്തതെങ്കിൽ കാളയെ യാഗം അർപ്പിക്കും. പ്രമാണിയാണെങ്കിൽ ആട്ടുകൊട്ടിനെ അർപ്പിച്ചാൽ, സാധാരണക്കാരനാണെങ്കിലും ആട്ടുകൊട്ടിനെ അർപ്പിച്ച വ്യവസ്ഥ. എന്താ ഈ പ്രമാണിയും പുരോഹിതനും സഭ മുഴുവനും ചെയ്യുന്ന പാപത്തിനും സാധാരണക്കാരനായ ഒരു വ്യക്തി ചെയ്യുന്ന പാപത്തിനും നമ്മൾ ഉള്ള വ്യത്യാസമുണ്ട്. ഒരു പുരോഹിതൻ പാപം ചെയ്ത, ആ പുരോഹിതൻ പ്രതിനിധാനം ചെയ്യുന്ന സഭയെ മുഴുവൻ ആ പാപം ചെയ്യുക. അത് അവന്റെ പാപം ഗൗരവമുള്ള പാപമാണ്. ഒരു സുവിശേഷകൻ പാപം ചെയ്താൽ, ഒരു പുരോഹിതൻ, ഒരു പാസ്റ്റർ പാപം ചെയ്താൽ അത് സഭയെ മുഴുവൻ ബാധിക്കുന്നു. അവിടെ ഒരു പ്രായശ്ചിത്തം ചെയ്തേ പറ്റൂ. സാധാരണക്കാരാണെങ്കിൽ അത് അല്പസ്വല്പം അവരുടെ കൂടി നിൽക്കുന്നു. അത്രത്തോളം സഭയെ നീങ്ങുന്നില്ല, ബാധിക്കുന്നില്ല. യാഗം കഴിക്കണം. ആര് യാഗം കഴിച്ചാലും, ആര് തെറ്റ് ചെയ്താലും അകൃത്യാഗം കഴിക്കേണ്ട പാപങ്ങൾ എന്ന് പലരും ചെയ്തുകൊണ്ടിരിക്കാം. എന്താ അകൃത്യാഗം കഴിക്കേണ്ട പാപം എന്തുവാ? നമ്മള് ലേവ്യ പുസ്തകം 5-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട് അകൃത്യാഗം കഴിക്കേണ്ട പാപത്തെ കുറിച്ചാണ്. അതിന് ഇഷ്ടമുണ്ട്, അവിടെ താഴെയുണ്ട്. അതെല്ലാം ഞാൻ വിശദമായിട്ട് ബുക്കിലൊക്കെ ചെറുതായിട്ട് എഴുതിയിട്ടുണ്ട്. എന്നാൽ ഞാൻ പറഞ്ഞു വന്നപ്പോൾ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അകൃത്യാഗം കഴിക്കേണ്ട പാപം എന്ന് പറയുന്നത്, ഒരുവൻ സത്യവാചകം കേട്ടിട്ടും താൻ സത്യമായി അറിയുകയോ കാണുകയോ ചെയ്തത് അറിയിക്കാതെ പാപം ചെയ്താൽ, അശുദ്ധമായ വസ്തുക്കൾ തൊട്ടത് മുഖാന്തരം പാപം ചെയ്താൽ, വിശുദ്ധ വസ്തുക്കൾ സംബന്ധിച്ചുള്ള പാപം ചെയ്താൽ, മോഷണം സംബന്ധിച്ചുള്ള പാപം ചെയ്താൽ, ഇങ്ങനെയുള്ള ഓരോ പാപങ്ങൾക്കും എന്ത് ചെയ്തേ മതിയാകുള്ളൂ? അകൃത്യാഗം കഴിച്ചേ മതിയാകുള്ളൂ. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ അകൃത്യാഗം കഴിക്കേണ്ട പാപങ്ങളുണ്ടെങ്കിൽ, പാപയാഗം കഴിക്കേണ്ട പാപങ്ങളുണ്ടെങ്കിൽ, അതിന് കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തം തന്നെയാണ് പ്രായശ്ചിത്തമായി തീരുന്നത്. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും. ഈ ദൈവസന്നിധിയിൽ നമ്മൾ വന്നിരിക്കുമ്പോൾ, ആരാധനയ്ക്കായി വന്നിരിക്കുമ്പോൾ, നമ്മൾ ഒരു ഒരുക്കത്തോടുകൂടെ നമ്മുടെ ശുദ്ധീകരണം, ഹോമയാഗത്തോടുള്ള ബന്ധപ്പെട്ടൊരു വ്യവസ്ഥയുണ്ട്. എന്താ വ്യവസ്ഥ എന്നറിയാമോ? ഒരാടിനെ കൊണ്ടുവന്നു, ഒരാൾ യാഗം കഴിക്കാൻ കൊണ്ടുവന്നിരിക്കുക. ആടിനെ കൊണ്ടുവന്നിട്ട് യാഗപീഠത്തിന്റെ മുമ്പിൽ, ആ പ്രാകാരത്തിലേക്ക് യാഗപീഠത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്നിരിക്കുക. യാഗപീഠത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്നിട്ട് ഈ പാപം ചെയ്ത വ്യക്തി ആ മൃഗത്തിന്റെ തലയിൽ എന്ത് ചെയ്യണം? കൈവയ്ക്കണം. കൈവച്ചിട്ട് അവന്റെ പാപം ആരും ചുമത്തുക? ഈ മൃഗത്തിന്റെ മേൽ ചുമത്തുക. ആ പാപയാഗത്തിന്റെ മേൽ, മൃഗത്തിന്റെ മേൽ കൈവച്ചു, അവന്റെ പാപത്തിന്റെ മേൽ ചുമത്തി. എന്നിട്ട് പറയുന്നത് അതിനെ എന്ത് ചെയ്യണം? അറുക്കണം. അത് മാത്രമല്ല, അറുത്താൽ മാത്രം പോരാ, അതിനെ എന്ത് ചെയ്യണം? തോലുരിക്കണം. തോലുരിച്ചാൽ മാത്രം പോരാ, അതിനെ പീസാക്കണം, കണ്ടമായി നുറുക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? യാഗപീഠത്തിൽ വെക്കണം. ഞാനൊരു വ്യവസ്ഥ വിട്ടു. ആ വ്യവസ്ഥ നിങ്ങളാരും പറയുമെന്നറിയാനാ ഞാൻ അത് ഒരു വ്യവസ്ഥ. ഇതെല്ലാം ചെയ്തു യാഗപീഠത്തിന് വേണ്ടി. ഇതാ കാളയെ അല്ലെങ്കിൽ ആടിനെ കൊണ്ടുവന്നിരിക്കുന്നു, അതിന്റെ തലയിൽ കൈവയ്ക്കുന്നു, അതിനെ അറുക്കുന്നു, അതിന്റെ രക്തം യാഗപീഠത്തിൽ തളിക്കുന്നു, അതുപോലുള്ളതായിരിക്കുന്ന എല്ലാ കാര്യങ്ങളും അതിനെ തൊലിയിരിക്കുന്നു, അതിന്റെ മാംസം കണ്ണമായിട്ട് നുറുക്കുന്നു. ഇതെല്ലാം ചെയ്തിട്ട് യാഗപീഠത്തിൽ കൊണ്ടുപോയി ദഹിപ്പിച്ചാൽ ആ യാഗം ദൈവത്തിന് പ്രസാദമാകുന്നു. ലേവ്യ പുസ്തകം 1-ാം അധ്യായം വായിച്ചു നോക്കണം. അത് മറ്റൊരു വിഷയം. യാഗത്തിൽ അർപ്പിക്കുന്നതിനോടുള്ള ബന്ധത്തിൽ ഒരു വ്യവസ്ഥ ഞാൻ വിട്ടിട്ടുണ്ട്, അത് പറയണം. കഴുകണം. എന്തൊക്കെയാ കഴുകണമെന്ന് പറഞ്ഞു? എന്തൊക്കെയാ കഴുകണം? അതിന്റെ കുടലും കാലും പ്രത്യേകം വേർതിരിച്ച് വെള്ളത്തിൽ കഴുകിയതിനു ശേഷം മാത്രമേ യാഗപീഠത്തിൽ. എല്ലാം ചന്തമായിട്ടത്. പക്ഷെ കുടലും കാലും എന്ത് ചെയ്തില്ല? കഴിയില്ല. എന്തിനാ ഈ കുടലും കാലും? യാഗമൃഗത്തിന്റെ കുടലും കാലും കഴിയണമെന്ന് പറഞ്ഞിരിക്കുന്നില്ല. ഈ ആന്തരിക അവയവത്തിൽ ഏറ്റവും അശുദ്ധി പറ്റി കൂടുതൽ അവയവമാണേത്? കുടല്.
നമ്മളൊക്കെ ഇങ്ങനെ മാന്യന്മാരായിട്ട് ഇരിക്കുന്നെങ്കിലും ഈ കുടൽ എന്തുവാ ഭയങ്കര അശുദ്ധി നിറഞ്ഞതാകും. പിന്നെ കാലം, ബാഹ്യ അവയവങ്ങളിൽ ഏറ്റവും അധികം അശുദ്ധി പറ്റിക്കൂടുന്നത് കാലാണ്. അപ്പൊ കുടലും കാലും കഴുകും. എന്താ ഇതിന്റെ അർത്ഥം? ഇതിന്റെ ആത്മീയാർത്ഥം എന്തുവാ? എന്താ പറയുന്നത്? ഈ മുഴുവരെ ഈ വാക്തത്വങ്ങൾ നമുക്കുള്ളത് കൊണ്ട് ജഡത്തിനെയും ആത്മാവിനെയും സകല കന്മഷവും പോക്കി നമ്മെ തന്നെ ദൈവഭയത്തിൽ വെടിപ്പാക്കി വിശുദ്ധിയെ തികച്ചുകൊള്ളുക. കുടലും കാലും കഴുകണം. ആന്തരികമായ വിശുദ്ധി, ബാഹ്യമായ വിശുദ്ധി, രഹസ്യ ജീവിതവും പരസ്യ ജീവിതവും വിശുദ്ധമായിരിക്കണം. അങ്ങനെയുള്ള യാഗത്തിലാണ് ദൈവം പ്രസാദിക്കുന്നത്. ദൈവമക്കളുടെ ജീവിതം വിശുദ്ധമായിരിക്കണം. ഇല്ല, ഏറ്റുപറയപ്പെടാത്ത പാപങ്ങൾ ഉണ്ടെങ്കിൽ അത് വെളിപ്പെടുത്തുന്നു. ദൈവമക്കൾ വളരെ കരുതൽ. ദൈവസന്നിധിയിൽ നമ്മൾ രക്ഷിച്ചു മാറ്റുക. തിരുവഴുത്ത് എന്താ പറയുന്നത്? ഒരു മനുഷ്യന്റെ പ്രവർത്തികളെ നാം തിരുവഴുത്തിൽ തിരിച്ചു മനസ്സിലാക്കുന്നുണ്ടല്ലോ. മനുഷ്യന്റെ പ്രവർത്തികളെ സംബന്ധിച്ച് പറയുന്നത് ഓരോ പ്രവർത്തികളെയും തീയിൽ കൂടെ ശോധന ചെയ്യും. 1 Corinthians 3-ാം അധ്യായത്തിന്റെ 14-15 വാക്യങ്ങൾ ഒന്ന് വായിച്ച്. 1 Corinthians 3-ാം അധ്യായം 14-15 വാക്യങ്ങൾ. ഒരുത്തൻ പണിത് പ്രവർത്തി നിലനിൽക്കുന്നുവെങ്കിൽ അവന് പ്രതിഫലം കിട്ടും. അടുത്തത്, ഒരുത്തന്റെ പ്രവൃത്തി വെന്തുപോയാൽ അവന് ഛേദം വരും. പിന്നെ താനോ രക്ഷിക്കപ്പെടും. എന്നാൽ തീയിൽ കൂടി എന്നപോലെ മഹാഗണത്തിൽ കൂടെ രക്ഷിക്കപ്പെടും എന്ന് പറയുന്നത്. എന്നാൽ തീയിൽ കൂടെ എന്ന പോലെ രക്ഷിക്കും. അട്ടെ, നമുക്ക് ഈ തീയിൽ കൂടെ എന്ന പോലെ രക്ഷിക്കപ്പെടാനാണ് ഇഷ്ടം. ഒരുത്തന്റെ പ്രവൃത്തി വെന്തു, മരം പുല്ല് വൈക്കോൽ ഇവയ്ക്ക് തുല്യമായ പ്രവർത്തികൾ, ദൈവമക്കളുടെ പ്രവർത്തികൾ ശോധന ചെയ്യപ്പെടുന്നു. അങ്ങനെ പ്രവർത്തികൾ ശോധന ചെയ്യപ്പെടുമ്പോൾ നാം എന്ത് പ്രവർത്തി ഏത് ആത്മാവിൽ ചെയ്തുവോ, ഏത് മനോഭാവത്തിൽ ചെയ്തുവോ, അതെല്ലാം രേഖയാക്കപ്പെടുന്നു. നമ്മുടെ പ്രവർത്തികൾ ശോധന ചെയ്യുന്നു. ഇപ്പൊ ഞങ്ങളൊക്കെ സുവിശേഷകന്മാരെന്നുള്ള നിലയിൽ സുവിശേഷ പ്രവർത്തനത്തിന് ഇരിക്കട്ടെ എന്ന് വിചാരിച്ച ഒരാളൊരു കൂട്ടായ്മ വന്നിരിക്കട്ടെ. ഈ കൂട്ടായ്മ കൊടുക്കുന്നത് തന്നെ ഏത് മനോഭാവത്തിൽ കൊടുക്കുന്നു എന്നുള്ളത് എവിടെ രേഖപ്പെടുന്നു? സ്വർഗ്ഗത്തിൽ. അങ്ങനെ ഒരു കൂട്ടായ്മ അല്ലെങ്കിൽ ഒരു സാമ്പത്തികമായ നന്മ ഒരു ദൈവദാസന് കൊടുക്കുന്നുവെങ്കിൽ ആ ദൈവദാസനല്ല കൊടുക്കുന്നത്, പിന്നെ ആരാണ്? അത് ദൈവത്തിന് ദൈവിക പ്രവർത്തനങ്ങൾക്ക് കൊടുക്കുക. ഞങ്ങൾ വാങ്ങിക്കുന്നവരും വലിയ ഉത്തരവാദിത്തമുള്ളവരാകട്ടോ. ഓരോ നയാ പൈസയ്ക്കും ദൈവസന്നിധിയിൽ കണക്ക് കൊടുക്കേണ്ടവരാണ്. കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി വാങ്ങുന്നവർ, കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ദൈവദാസന്മാർ, ദൈവമക്കളുടെ സാമ്പത്തിക നന്മകൾ അനുഭവിക്കുന്നവർ, എല്ലാം നമ്മൾ കൊടുക്കുന്ന മനോഭാവത്തെ ദൈവം ചെയ്യുന്നു. ചിലർ കൊടുക്കുന്നത് കർത്താവിന്റെ ചിലരുടെ കൊടുപ്പിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളതുണ്ട്. എന്താ കൊടുപ്പിനെ സംബന്ധിച്ച് പറഞ്ഞത്? ഒരു ദരിദ്രയായ സ്ത്രീ കൊണ്ടാർക്ക് വലിയ തുക കിട്ടവരുണ്ട്. പക്ഷെ അതൊന്നും കർത്താവ് ചെയ്തില്ല. കർത്താവ് കണ്ടതേയില്ല, കണ്ട പാവം കാണിച്ചതേയില്ല. അതിനൊന്നും കർത്താവിന് പ്രശംസിക്കുവാൻ ഒന്നുമില്ല. എന്നാൽ ഒരു ദരിദ്രയായ വിധവ, ഒരു സ്ത്രീ, അവളുടെ ഉപജീവനം മുഴുവൻ 2 കാശ് കർത്താവ് പ്രശംസിച്ചു. അപ്പൊ ഈ കൊടുത്ത തുകയുടെ വലിപ്പമല്ല കർത്താവ് കൊടുത്ത മനോഭാവം. നമ്മുടെ പ്രവർത്തികൾ, സൽപ്രവർത്തികൾക്ക് വേണ്ടി നമ്മെ ദൈവം വീണ്ടും ജനിപ്പിച്ചിരിക്കുകയാണ്. നാം ഏത് കാര്യങ്ങൾ ചെയ്താലും ഏത് മനോഭാവത്തോടും കൂടെ ചെയ്യുന്നു. നിങ്ങൾ ചെയ്യുന്നതെല്ലാം കർത്താവിനെന്ന പോലെ മനസ്സോടെ ചെയ്യും. നമ്മുടെ മനോഭാവത്തെ ആദരിക്കുന്ന ഒരു, ഞാൻ പറയട്ടെ, നമ്മുടെ പ്രവർത്തികൾ ശോധന ചെയ്യപ്പെടാൻ വരും. വെന്തുപോകുന്ന പ്രവർത്തി. എന്നാൽ പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല് ഇവ തീയിൽ കൂടി കടന്നുപോയാലും അവ പൂർണ്ണമായി നശിക്കുന്നില്ല. പൊന്ന് തീയിൽ കൂടി കടന്നുപോയാൽ അതിന്റെ അഴുക്കൊക്കെ മാറി സ്ഫുടം ചെയ്യപ്പെടുന്നത് പോലെ, അത് ശുദ്ധീകരിക്കപ്പെടുന്നത് പോലെ നമ്മുടെ പ്രവർത്തികൾ ശോധന ചെയ്യപ്പെടും.
പ്രവർത്തികൾ വെന്തുപോയാൽ നമുക്ക് പ്രതിഫലം നഷ്ടമാകും. പ്രതിഫലം നഷ്ടം. നമ്മുടെ കർത്താവ് നമ്മെ തന്റെ അടുക്കലിരിക്കുന്നു. നമ്മുടെ കർത്താവ് വരുന്നത് നമ്മുടെ പ്രവർത്തികളെ ശോധന. നാം എല്ലാവരും അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുമ്പാകെ നിൽക്കേണ്ടതാകുന്നു. എവിടെ വായിക്കും നമുക്കറിയാം. എഴുതിയ 2 ലേഖനം 5-ാം അധ്യായം 10-ാം വാക്യം. 2 കൊരിന്ത്യർ അല്ലേ? വാക്ക് വേണ്ടി നോക്കുകയും 2 കൊരിന്ത്യർ 5:10 2 കൊരിന്ത്യർ 5:10 അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുമ്പാകെ നിൽക്കേണ്ടത്. കർത്താവ് വരുമ്പോൾ തന്റെ വിശുദ്ധ സഭയെ തന്റെ സന്നിധിയിലേക്ക് ചേർക്കുമ്പോൾ കർത്താവിന്റെ ന്യായാസനം, ക്രിസ്തുവിന്റെ ന്യായാസനം. ഈ ക്രിസ്തുവിന്റെ ന്യായാസനം ആർക്ക് വേണ്ടി മാത്രമുള്ളതാണ്? ദൈവങ്ങൾക്ക് വേണ്ടി മാത്രം. ക്രിസ്തുവിന്റെ ന്യായാസനത്തിങ്കൽ ഒരവിശ്വാസി പോലും കാണുകയില്ല. അതേസമയം അവിശ്വാസികൾക്കുള്ള ന്യായാസനത്തെ സംബന്ധിച്ച് വെള്ളസിംഹാസനത്തെ കുറിച്ച് എന്ത് പറയുന്നുണ്ട്? എവിടെ പറയുന്നുണ്ട്? വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം 10 മുതലുള്ള വാക്യങ്ങൾ, 10 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. ഞാൻ വലിയൊരു വെള്ളസിംഹാസനവും അതിന്മേൽ ഒരുത്തനിരിക്കുന്നതും കണ്ടു. പുസ്തകങ്ങൾ തുറന്നു. പുസ്തകങ്ങൾ എഴുതിയെടുത്ത് ന്യായവിധി ഉണ്ടായി. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്തവനെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. ഈ തീപ്പൊയ്ക 2ാമത്തെ മരണം. അപ്പോൾ വലിയൊരു വെള്ളസിംഹാസനം, ആ സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ ആ പിതാവാം ദൈവത്തിന്റെ സന്നിധിയിൽ കർത്താവും ആ സിംഹാസനത്തോടൊപ്പം ഉണ്ടായിരിക്കും. അവരുടെ സകല അപാരവൃത്തം അവിശ്വാസികളെയും ന്യായം വിധിക്കുന്ന വലിയൊരു വെള്ളസിംഹാസനം. ആ വെള്ളസിംഹാസനത്തിൽ ന്യായം വിധിച്ചവരെ എങ്ങോട്ട് വിടുക? നിത്യമായ ദണ്ഡനത്തിലേക്ക്, തീപ്പൊയ്യിലേക്ക് വിടുക. അവർ രക്ഷിക്കപ്പെടുവാൻ അവസരം നഷ്ടമാണ്. എന്നാൽ ക്രിസ്തുവിന്റെ ന്യായാസനം എന്ന് പറയുന്നത് എന്തല്ല? നമ്മെ ശിക്ഷിക്കാനുള്ള ന്യായാസനമല്ല. അതിന് ബീമ സീറ്റ് എന്നാണ് അറിയുന്നത്. ബീമ സീറ്റ്. അത് പ്രതിഫലം നീതിക്കാനുള്ള ഒരു ഉയർന്ന പീഠമാണ്. നമുക്കറിയാമല്ലോ, ഈ ചില മത്സരങ്ങളൊക്കെ നടത്തുമ്പോൾ, ഒരു ഓട്ട മത്സരം, അത്ലറ്റ്സിന്റെ മത്സരമാണെന്നിരിക്കട്ടെ, മത്സരമൊക്കെ നടക്കുന്ന സമയത്ത് ഈ ഓട്ടക്കളത്തിൽ ഇങ്ങനെ ഓടി ജയം പ്രാപിച്ചു വരുന്നവർക്ക് ആ ട്രാക്കിന്റെ അല്ലെങ്കിൽ ആ സ്റ്റേഡിയത്തിന്റെ നടുവിൽ ഒരു ഉയർന്ന പീഠം സ്ഥാപിച്ചു. ആ ഉയർന്ന പീഠത്തിലേക്ക് ഈ ജയിച്ച ആ അത്ലറ്റിനെ പേര് വിളിച്ച് കരഘോഷത്തോടെ ആ സ്റ്റേജിലേക്ക് കയറ്റി, ആ ഉയർന്ന പീഠത്തിലേക്ക് കയറ്റി നടത്തി കാണിച്ചു കൊടുക്കുന്നത് പ്രതിഫലം. ആ ജയാളിയായിട്ടുള്ള വ്യക്തിയുടെ ഹൃദയത്തിന്റെ അവസ്ഥ, ആ മനോഭാവം, ആ സന്തോഷം എത്ര വലുതാണ്. നമ്മുടെ കർത്താവ് നമുക്ക് പ്രതിഫലം നീടിക്കും. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കുവാൻ. വെളിപ്പാട് 22:12 നോക്കിക്കേ. വെളിപ്പാട് 22:12. 22:10. ഇതാ ഞാൻ വേഗം വരുന്നു. ഓരോരുത്തര് അവനവന്റെ പ്രവർത്തിക്ക് തക്ക പ്രതിഫലം എന്റെ പക്കലുണ്ട്. ഓരോരുത്തര് അവനവന്റെ പ്രവർത്തിക്ക് തക്ക പ്രതിഫലം കൊടുക്കുവാൻ എന്റെ പക്കലുണ്ട്. മുഖപക്ഷം നോക്കാതെ പ്രതിഫലം കൊടുക്കും. ഈ ഭൂമിയില് പ്രതിഫലം കൊടുക്കുമ്പോൾ മുഖപക്ഷം നോക്കാൻ. എത്ര മുഖപക്ഷം ഇല്ലെന്ന് പറഞ്ഞാലും അവിടെയൊക്കെ എന്തുണ്ട്? മുഖപക്ഷം ഉണ്ട്. എന്നാൽ മുഖപക്ഷമില്ലാതെ പ്രതിഫലം തെളിയുന്നവരുണ്ട്. നമ്മുടെ കർത്താവ് വരുന്നു തന്റെ വിശുദ്ധ സഭയെ വേടിയഴിക്കുവാൻ, നമ്മെ ഒന്നിച്ച് നമ്മുടെ കർത്താവിനോടുകൂടെ ഇരിക്കുക, നമുക്ക് പ്രതിഫലം തരുവാൻ. എന്തൊക്കെ ഈ പ്രതിഫലങ്ങൾ? അതോടെ ഒരു ചുരുങ്ങിയ വാക്കുകൾ അതുകൂടെ പറഞ്ഞെങ്കിലേ നമുക്ക് ആ വിഷയം കംപ്ലീറ്റ് ചെയ്യാൻ. എന്തൊക്കെ പ്രതിഫലങ്ങൾ? നമുക്ക് പ്രതിഫലങ്ങളെ കിരീടങ്ങളായിട്ടാണ് വേണ്ടി, പ്രതിഫലങ്ങളെ കിരീടങ്ങളായിട്ടാണ് പറഞ്ഞത്. 5 കിരീടങ്ങളായിട്ട് ഇവിടെ നമുക്ക് ഈ പ്രതിഫലങ്ങളെ ഒന്ന്
നിർവചിച്ച് പഠിക്കാവുന്നതാണ്. 5 കിരീടങ്ങൾ. അതില് ഒന്നാമത്തെ കിരീടത്തെ സംബന്ധിച്ച് നോക്കാം. 1 Corinthians 9 24 25 വാക്യങ്ങൾ. 1 Corinthians 9 24 25 വാക്യങ്ങൾ. ഒറ്റക്കളത്തിൽ ഓടുന്നവർ എല്ലാവരും ഓടുന്നു, എങ്കിലും ഒരുവനെ ബിരുദ പ്രാപിക്കുന്നുള്ളൂ. ഒരുവനെ ബിരുദ പ്രാപിക്കുന്നുള്ളൂ. ഓട്ടക്കളത്തിൽ ഓടുന്നവരെല്ലാവരും ഓടുന്നു, ഒരുവനെ ബിരുദ. എന്തിനു വേണ്ടി? അടുത്ത താഴെ സകലത്തിലും വർജനമാലിരിക്കുന്നു. പാടുന്ന കിരീടവും അതോ വാടുന്ന കിരീടവും നാമോ വാടാത്ത കിരീടവും പ്രാപിക്കേണ്ടതിന് തന്നെ. ഇൻകൊറപ്റ്റബിൾ ക്രൗൺ. അതിന് വിക്ടേഴ്സ് ക്രൗൺ എന്നാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. വിക്ടേഴ്സ് ക്രൗൺ, വിജയ കിരീടം. ഓട്ടക്കളത്തിൽ ഓടുന്നവർക്ക് ലഭിക്കുന്ന, വിജയിക്കുന്നവർക്ക് ലഭിക്കുന്ന കിരീടമാണ് വിക്ടേഴ്സ് ക്രൗൺ. അത് വാടാത്ത കിരീടം. ഈ കിരീടം പ്രാപിക്കണമെങ്കിൽ എങ്ങനെ ഓടണം? അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ചില വ്യവസ്ഥകളൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, നമ്മുടെ ഓട്ടം ലക്ഷ്യത്തിലേക്ക് ഒരു ലക്ഷ്യം നമുക്കുണ്ട്. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, ഒന്ന് ഞാൻ ചെയ്യുന്നു, പിൻപിലുള്ളത് മറന്നു, മുമ്പിലുള്ളതായി രാജ്യം ക്രിസ്തുയേശുവിൽ പരമവിളിയുടെ വിരുദ്ധനായി രാക്കിലേക്ക് ഓടുന്നു. ആകയാൽ സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് നാം സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതായ യേശുവിനെ നോക്കി ഓടുക. ആ ഓട്ടത്തിന് വ്യവസ്ഥ, ലക്ഷ്യത്തിലേക്ക് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട്, ഭാരങ്ങൾ വെച്ചുകൊണ്ട് ഓടാൻ പറ്റില്ല. മുറുകെ പറ്റുന്ന പാപങ്ങൾ വിട്ടുകൊണ്ട് ഓടാൻ പറ്റുന്നില്ല. എന്താ ഈ മുറുകെ പറ്റുന്ന പാപങ്ങൾ? മുറുകെ പറ്റുന്ന പാപങ്ങൾ എന്ന് പറഞ്ഞാൽ, ഞാൻ വിട്ടാലും എന്നെ മരണത്തിനായിട്ട്, ഞാൻ വിട്ടാലും എന്നെ വിടത്തില്ല എന്ന് പറഞ്ഞാൽ, എനിക്ക് മനസ്സിലാഗ്രഹമുണ്ട് ഈ പാപത്തെ വിട്ട് ജീവിക്കണം, ഈ അശുദ്ധിയെ വിട്ട് ജീവിക്കണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ വിടണമെന്ന് വിചാരിച്ചാൽ എന്ത് ചെയ്യില്ല. പണ്ട് വെള്ളപ്പൊക്കത്തിൽ ഒരു കരടിയെ കയറി പിടിച്ച പോലെ ഈ വെള്ളപ്പൊക്കം നടക്കുമ്പോൾ ഈ പല സാധനങ്ങള് പാണ്ടക്കെട്ടുകളായിട്ടൊക്കെ കെട്ടി വെച്ചിരുന്ന സാധനങ്ങളൊക്കെ ഇങ്ങനെ വെള്ളത്തിൽ കൂടെ ഒരു കൂട്ടം വിരുദ്ധന്മാരിൽ പിടിക്കാനായിട്ട് ഇങ്ങനെ എന്ത് ചെയ്യാം, കരയിൽ നിൽക്കുക. അങ്ങനെ പലർക്കും പല സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട്, പാണ്ടക്കെട്ടുകൾ കിട്ടിയിട്ടുണ്ട്. ആരുടെയൊക്കെ ഒഴുകി പോകുന്നത്, ആ വെള്ളത്തിൽ പോകുന്നതന്നെ ആർക്കുള്ളിൽ പിടിച്ചെടുക്കാം. അങ്ങനെ ഇരുന്നപ്പോൾ ഒരു കമ്പിളിക്കെട്ടിൽ ഇങ്ങനെ മറിഞ്ഞ് ഓടി വരിക. അപ്പൊ ഒരുത്തം വിചാരിച്ചു ഇതിനകത്ത് എന്തോ കാര്യമായിട്ട് ഉണ്ട്, കയറി പിടിക്കാന്ന് വിചാരിച്ചു. എല്ലാവരും ചാടുന്നതിന് ഇറങ്ങി ചാടി ഈ കമ്പിളിക്കെട്ടി കയറി. പക്ഷെ കമ്പിളിക്കെട്ട് എന്തോ ഈ കരടി വിടണമെന്ന് വിചാരിച്ചിട്ടും വിടാൻ പറ്റുന്നില്ല. കരയ്ക്ക് എന്നവരിങ്ങനെ ഇങ്ങനെ കുറച്ചു സമയം കമ്പിളിക്കെട്ട് മുകളിൽ വരും, കുറച്ചു സമയം ഈ മനുഷ്യ മുകളിൽ വരും. അപ്പൊ ആളുകൾ വിളിച്ചു പറഞ്ഞു കരയ്ക്ക്, എടാവേ നീഞ്ഞ് വിട്ടിട്ട് പോരെ. അപ്പൊ വിളിച്ചു പറയാ, വിട്ടിട്ടും ഞാൻ എപ്പോഴേ വിട്ടതാ, പക്ഷെ ഈ കമ്പിളിക്കെട്ട് കയറി പിടിച്ചിരിക്കുക. മുറുകെ പറ്റുന്ന പാപം ദൈവമക്കളെ കയറി പിടിച്ചിരിക്കുക. അതെ, നമ്മളെ ആരെങ്കിലും ഇങ്ങനെ മുറുകെ പറ്റുന്ന പാപം പിടിച്ചിട്ടുണ്ടോ? ഒരുപക്ഷെ ഇന്റർനെറ്റ് ആയിരിക്കാം, ഒരുപക്ഷെ മൊബൈൽ ഫോണിന്റെ അനധികൃതമായിട്ടുള്ള ഉപയോഗമായിരിക്കാം. മാതാപിതാക്കളെ മറച്ചിട്ട് അടച്ചിട്ട് എന്ത് ചെയ്യുക? എവിടേക്കാണ് ഇന്നത്തെ കുട്ടികൾ പോകുന്നത്? യുവാക്കന്മാർ വഴിതെറ്റിപ്പോകുന്ന മുറുകെ പറ്റുന്ന പാപങ്ങൾ അത് വിട്ട്, സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് ഓട്ടം സ്ഥിരതയോടെ ഓടുക. അങ്ങനെ ലക്ഷ്യത്തിലേക്ക് ഓടി ബിരുദം പ്രാപിക്കുന്നവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് ലക്ഷ്യത്തിലെത്തുവാൻ കഴിയും, ബിരുദം പ്രാപിക്കുവാൻ കഴിയും. വിട്ടോടേണ്ട പല കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ഞാനിപ്പോ പറയാൻ ഉദ്ദേശിക്കുന്നില്ല, സമയത്തിന്റെ പരിമിതി പറയാൻ. മാത്രമല്ല, അങ്ങനെയുള്ളവർക്ക് വിക്ടേഴ്സ് ക്രൗൺ, അതായത് വിജയ കിരീടം പ്രാപിക്കുവാൻ, വാടാത്ത കിരീടം പ്രാപിക്കുവാനായിട്ട് കഴിയും. അടുത്ത മറ്റൊരു കിരീടത്തെ കുറിച്ച് നോക്കാം. 1 തെസ്സലോനിക്കർ 2-19 വാക്യങ്ങൾ. 1 തെസ്സലോനിക്കർ 2:19-20 വാക്യങ്ങൾ. നമ്മുടെ കർത്താവായ യേശുവിന്റെ മുമ്പാകെ പ്രത്യക്ഷതയിൽ
ഞങ്ങളുടെ ആശയോ സന്തോഷമോ പ്രശംസ ഞങ്ങളുടെ ആശയോ സന്തോഷമോ പ്രശംസ കിരീടമോ ആരാകുന്നു. നിങ്ങളും അല്ലയോ, നിങ്ങളല്ലയോ. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, കർത്താവിന്റെ വരവിങ്കൽ നിങ്ങളാണ് ഞങ്ങളുടെ പ്രശംസാ വിഷയം, ഞങ്ങളുടെ ആശ, ഞങ്ങളുടെ സന്തോഷം എന്ന് പറയുന്നത് നിങ്ങളാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഈ പ്രശംസാ കിരീടം, ആ സന്തോഷ കിരീടം, സോൾ വിന്നേഴ്സ് ക്രൗൺ, ആത്മാക്കളെ ആദായപ്പെടുത്തുന്നവർക്ക് ലഭിക്കുന്ന കിരീടം ഞങ്ങളെ കൊണ്ടുവന്നു നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് ആത്മാക്കളെ ആരാദായപ്പെടുത്തിയാൽ അവർക്കൊക്കെ കിട്ടും. ആട്ടെ, നിങ്ങൾക്ക് ഈ സുവിശേഷന്മാർക്ക് മാത്രമേ സുവിശേഷ വേല ചെയ്യാനുണ്ട്, അങ്ങനെ എവിടെയെങ്കിലും ചോദിച്ചു? സുവിശേഷന്മാര് പൂർണ്ണ സമയം അതിനുവേണ്ടി ദൈവത്താൽ നിയോഗിക്കപ്പെട്ട് അങ്ങനെ ആ ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിച്ചു വേദനിക്കുന്നു. എന്നാൽ സുവിശേഷം അറിയിക്കുക എന്നുള്ളത് ആർക്കും, സഹോദരിമാർക്കും ചെയ്യാം, സഹോദരന്മാർക്കും ചെയ്യാം, ഇല്ലേ? അങ്ങനെ സുവിശേഷ വേല ചെയ്യാൻ പറ്റും. ഒരുപക്ഷെ ദൈവദാസന്മാര് പ്രിന്റ് ചെയ്തിട്ടുള്ള ട്രാക്റ്റുകൾ നിങ്ങൾക്ക് എവിടെയെങ്കിലും പഠിക്കാൻ പോകുന്ന കുട്ടികളാണെങ്കിൽ സ്കൂളിൽ പോകുമ്പോൾ 4 ട്രാക്ട് എടുത്ത് ബാഗിൽ വെക്കാം. ഇപ്പൊ ബാഗിലുണ്ട് ചെല്ലുന്നത്. സ്കൂളിൽ ജോലി ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ജോലി സ്ഥലത്തേക്ക് പോകുമ്പോൾ 4 ട്രാക്ട് എടുത്ത് ബാഗിൽ വെക്കാം. നിങ്ങൾ പോകുന്ന വഴിയിൽ ഒരു പക്ഷേ ഒരാളെ കണ്ടു, ഒരു സഹോദരിയെ കണ്ടു, ഒരു സ്ത്രീയെ കണ്ടു, ഒരു സഹോദരനെ കണ്ടു, ഒരു പുരുഷനെ കണ്ടു, ഒരു ട്രാക്ട് ആ വ്യക്തിയെ കൊടുത്താൽ ആ ട്രാക്ട് ഒരു ആത്മാവിനെ നേടാൻ പര്യാപ്തമാണ്. ഞാൻ സുവിശേഷം പറഞ്ഞില്ലായിരിക്കും, പക്ഷെ സുവിശേഷം എഴുതിയ ട്രാക്ട് ഒരാൾ ആ ട്രാക്ട് വായിച്ചൊരാൾ പ്രതിഫലമാർക്ക എഴുതിയാൾക്ക് പ്രതിഫലമുണ്ട്, എന്നാൽ അത് കൊടുത്തയാൾക്ക് സന്തോഷമില്ല. ഞാൻ പ്രവർത്തിക്കുന്ന സ്ഥലത്ത്, ഞാൻ സുവിശേഷം അറിയിച്ച സ്ഥാനത്ത്, ഞാൻ കർത്താവിനെ പ്രസംഗിച്ച സ്ഥാനത്ത്, ഞാൻ ഭവന സന്ദർശനം നടത്തിയ സ്ഥാനത്ത്, ഞാൻ പരസ്യയോഗം നടത്തിയ സ്ഥാനത്ത് അവിടെ നിന്ന് ഒരാത്മാവ് രക്ഷിക്കപ്പെട്ടുവെങ്കിൽ അങ്ങനെയുള്ളവർക്കാണ് സന്തോഷം. ഞാൻ ഒരിക്കൽ കുമ്പനാട് കവലയിൽ നിൽക്കുന്നു. ഒരു ചെറുപ്പക്കാരൻ്റെ അടുത്ത് പലരും എന്നെ പല സ്ഥലത്തും വെച്ച് അങ്ങനെ കണ്ടിട്ടുണ്ട്. ആ സഹോദരൻ എനിക്ക് പിന്നെ അദ്ദേഹത്തെ അറിഞ്ഞുകൂടെ, ഇപ്പൊ എവിടെയാണെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞു. അന്ന് അഡ്രസ്സോ ഫോൺ നമ്പറോ ഒന്നും വാങ്ങിക്കാനുള്ള സാവകാശം കിട്ടിയില്ല. ആ ചെറുപ്പക്കാരൻ്റെ അടുത്ത് വന്നിട്ട് എന്നോട് പറഞ്ഞു, അങ്കിളെ എന്നെ അറിയുമോ? ഇല്ല, ഒന്നും അറിയുന്നില്ല. പറഞ്ഞ അങ്കിള് ചില വർഷങ്ങൾക്ക് മുമ്പ് കവുങ്ങുംപറയാറ്റ് അസംബ്ലിയിൽ വന്ന് സുവിശേഷ പ്രസംഗം നടത്തിയിരുന്നു. അന്നാണ് ഞാൻ രക്ഷിക്കപ്പെട്ടത്. എന്റെ സ്തുതി എന്തുകൊണ്ടോ കവുങ്ങുംപറയാറ്റ് സഭ ഒരു സുവിശേഷ യോഗത്തിൽ എന്നെ വിളിച്ചു. ഞാനിവിടെ പ്രസംഗിച്ചു. അതിനുശേഷം പിന്നെ അവിടെ ഒരു അപ്പച്ചനുണ്ടായിരുന്നു, മത്തായി അപ്പച്ചനുണ്ടായിരുന്നു. ആ അപ്പച്ചന്റെ വീട്ടില് കവുങ്ങുംപറയാറ്റ് മുണ്ടവല ആ ഭാഗത്ത് മണിയാറ്റ് വന്നായിരുന്നു. അവിടെ അന്ന് ഉണ്ടായിരുന്നു. ആ അപ്പച്ചന്റെ വീട്ടുമുറ്റത്ത് ഒരു 2-3 ദിവസം മീറ്റിംഗ് നടത്തി. അന്ന് അവരൊക്കെ കർത്താവിനെ സന്നിധിച്ചേർക്കപ്പെട്ടു. എന്നാൽ ഞാൻ കർത്താവിനെ സന്നിധിച്ചു. എന്താ കാര്യം? ഞാന് സുവിശേഷം പ്രസംഗിച്ചു. ഒരാത്മാവിനെ പോലും കർത്താവിലേക്ക് നയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്റെ ആ പ്രസംഗം വെറും ജനതയില്ല. ഒരാളെങ്കിലും രക്ഷിക്കപ്പെടാൻ വർഷങ്ങൾക്ക് ശേഷം അതെ ദാസന്മാര് ഇങ്ങനെ ഉറിയെ നടന്ന് നിന്നയും അപമാനം ഒക്കെ സഹിച്ച് പറയുകയാണ്, ആശയോ, ഞങ്ങളുടെ സന്തോഷമോ, ഞങ്ങളുടെ പ്രശംസ കിരീടമോ ആരാകുന്നു? നിങ്ങളുമല്ലയോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കർത്താവിന്റെ സന്നിധിയിൽ ചെല്ലുമ്പോ ഒരു വ്യക്തി എന്റെ ശുശ്രൂഷ മുഖാന്തരം രക്ഷിക്കപ്പെട്ട് കർത്താവിന്റെ സന്നിധിയിൽ ചെല്ലുവാനിടയായാൽ
പ്രശംസാകിരീടം നമുക്ക് ആ പ്രശംസാകിരീടം പ്രാപിക്കാൻ കഴിയും. സുവിശേഷ വേലയിൽ നമുക്കും പങ്കാളികളായി തീരുവാൻ കഴിയും. നമുക്കും ഓട്ടക്കളത്തിൽ ഓടി ബിരുദ പ്രാപിക്കുവാൻ കഴിയും. ലക്ഷ്യത്തിലേക്ക് ഓടുവാൻ കഴിയും. സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് ലക്ഷ്യത്തിലേക്ക് ഓടി ബിരുദ പ്രാപിപ്പാനായി. മാത്രമല്ല, അതിലേക്ക് പറയാനേ സമയമുള്ളൂ. പിന്നെയും മുമ്പോട്ട് പോകാം. 1 പത്രോസ് 5:2 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ വായിച്ച് 1 പത്രോസ് 2-ാമധ്യായം 5-ാമധ്യായം 2 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. സമയം വേഗത്തിൽ ഓടിപ്പോവുക. വേഗത്തിൽ അവസാനം ആട്ടിൻകൂട്ടത്തെ നയിച്ചുകൊള്ളുകയും നിർബന്ധത്താല ജാഗ്രതത്തോടെയല്ല ഉന്മേഷത്തോടെയും ഇടവകളുടെ മേൽ കർത്തൃത്വം നിർത്തുന്നവരായിട്ടല്ല ആട്ടിൻകൂട്ടത്തിന് മാതൃകയായി തീർന്നുകൊണ്ട് അത്യക്ഷത ജീവി. എന്നാൽ ഇടയശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ നിങ്ങൾക്ക് തേജസ്സിന്റെ വാടാത്ത കിരീടം. ഇത് മൂപ്പന്മാർക്കുള്ള കിരീടമാണ്. മൂപ്പന്മാർക്കുള്ള, നിങ്ങൾ ഏതെങ്കിലും സഭയിൽ മൂപ്പന്മാരായിട്ട് ശുശ്രൂഷ ചെയ്യുന്നെങ്കിൽ അവർക്കുള്ള കിരീടം. ഈ കിരീടം എങ്ങനെയാണ് ലഭിക്കുന്നത്? ഇവിടെ വായിക്കുന്നുണ്ട്, വളരെ വ്യക്തമായിട്ട് വായിക്കുന്നുണ്ട്. മൂപ്പന്മാർക്ക് കിരീടം ലഭിക്കണമെങ്കിൽ അവരെങ്ങനെ ചെയ്യണം? ആടുകളെ ശരിയായ നിലയിൽ പരിപാലിക്കണം. ആടുകളെ ശരിയായ നിലയിൽ പരിപാലിക്കണം. എങ്ങനെ ആടുകളെ പരിപാലിക്കുന്നത്? ആടുകൾക്ക് ശരിയായ സമയത്ത് തീറ്റി എന്നുള്ളതൊക്കെ കൊടുക്കണം. ആടുകളെ പരിപാലിക്കണം. അത് മുടന്നുള്ളതോ ദീനം പിടിച്ചതോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ എന്ത് ചെയ്യണം? ചികിത്സിക്കണം. അതിന് വേണ്ട പരിചരണങ്ങളൊക്കെ കൊടുക്കണം. മുടന്നുള്ളതിനെ ദീനം പിടിച്ചതൊക്കെ എന്ത് ചെയ്താൽ പോരാ, ഉപേക്ഷിച്ചാ പോരാ, അറക്കാൻ കൊടുത്താൽ പോരാ. പിന്നെ എന്ത് ചെയ്യണം? അതിനെ ചികിത്സിക്കും. അതിന് വേണ്ടതൊക്കെ കൊടുക്കുക. നല്ല ഇടയൻ എന്താ ചെയ്യുന്നത്? നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നു. ജീവനെ കൊടുക്കുവാൻ തയ്യാറാകുന്ന ഇടയന്മാര്. അങ്ങനെ ഒരൊറ്റ ഇടയനെ ഉണ്ടായിട്ടുള്ളൂ. ഞാൻ നമുക്കെല്ലാവർക്കും വളരെ സന്തോഷം തോന്നുന്ന ഒരു സങ്കീർത്തനമാണ് 23-ാം സങ്കീർത്തനം. 23-ാം സങ്കീർത്തനം വളരെ പ്രൗഢഗംഭീരമായി ചൊല്ലുവാൻ കഴിയുന്ന ആളുകൾ ഇവിടെ ഉണ്ട്. മത്സരത്തിന് വേണ്ടി ചൊല്ലുവാൻ കഴിയുന്ന നല്ല കുട്ടികളൊക്കെ ഇവിടെ ഉണ്ട്. പക്ഷേ ഈ സങ്കീർത്തനം ഹൃദയത്തിന്റെ ഭാഷയിൽ ചൊല്ലുവാൻ കഴിയുന്ന എത്ര വിശ്വാസം! ഹൃദയത്തിൽ നിന്ന് ചൊല്ലണം. ഒരിക്കൽ ഈ 23-ാം സങ്കീർത്തനത്തെ തുടർന്ന് ഒരു മത്സരം നടന്നതായിട്ട് കേട്ടു. ആ മത്സരത്തില് ഇത് ഭംഗിയായി ചൊല്ലി അവതരിപ്പിച്ച ആളും അവരെല്ലാവരും അതൊരു നല്ല പാട്ടായിട്ട് രൂപീകരിച്ച് അല്ലെങ്കിൽ നല്ല മനോഹരമായി ചൊല്ലി അവർക്കെല്ലാം കൈയടിക്കും. എല്ലാവരും ആ പാട്ട് ചൊല്ലി അല്ലെങ്കിൽ 23-ാം സങ്കീർത്തനം നല്ല നിലയിൽ അവതരിപ്പിച്ച ആ വ്യക്തിയെ പ്രശംസിച്ചത് ചെയ്യുന്നു. എന്നാൽ ആ കൂട്ടത്തിൽ ഒരു വന്യവയോധികൻ ഇരിപ്പുണ്ട്. ആ വന്യവയോധികൻ ബൈബിളുമായിട്ട് താൻ ഉപയോഗിച്ചുകൊണ്ട് ബൈബിളുമായിട്ട് സ്റ്റേജിൽ എന്നിട്ട് അത് പാടാൻ യഹോവ എന്റെ ഇത് അത് അനുഭവമാണ്. എനിക്ക് മുട്ടുണ്ടായി. പച്ചയായ പുൽപ്പുറങ്ങളിൽ എന്നെ കിടത്തുന്നു. സ്വസ്ഥതയുടെ വെള്ളത്തിനരികത്തിലേക്ക് എന്നെ നടത്തുന്നു. ഈ നാമനിമിത്തം എന്നെ നീതിവാദികൾ നടത്തുന്നു. ആ സങ്കീർത്തനം ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കുമെന്ന് ആ സങ്കീർത്തനം ചൊല്ലി അവസാനിച്ചു വെച്ചിട്ടാണ്. എല്ലാവരുടെയും കണ്ണുകളിൽ നിന്ന് നിൽക്കണം. മാറ്റമല്ല. ഒരു കൂട്ടർ ഇത് ചൊല്ലിയവരെ പ്രശംസിച്ചു, പാടിയവരെ പ്രശംസിച്ചു. ഞങ്ങളെ പ്രസംഗിക്കുന്നവരെയല്ല, പാടുന്നവരെയല്ല പ്രസംഗിക്കേണ്ടത്. ഞങ്ങൾ പ്രസംഗിക്കുന്നു. ഞങ്ങൾ പാടുന്ന കർത്താവിനെ പ്രശംസിക്കണം. ആ നല്ല ഇടയനെ പ്രശംസിക്കണം. ഊരിൽ പാതയിലൂടെ നടന്നാലും
ഒരനർത്ഥവും ഞാൻ ഭയപ്പെടുകയില്ല. നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ, നിന്റെ വഴിയിൽ പോരുവനെ. എത്ര പേർക്ക് അനുഭവത്തിൽ കൂടെ ഈ സുഹൃത്തം ജീവിതത്തിൽ കഷ്ടതകളിലൂടെ, പ്രയാസങ്ങളിലൂടെ, രോഗങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്ന അനവധി ദൈവമക്കളുണ്ട്. ഇത് രാവിലെ 2 രോഗികളെ പോയി പ്രാർത്ഥിച്ചു. കഷ്ടത അനുഭവിക്കുന്നവരുടെ അടുത്ത് പോയി നമ്മൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. അവരനുവദിക്കുമെങ്കിൽ ചില രോഗികളെ കാണാനാണ് ഇൻഫെക്ഷൻ ഉണ്ടാകുന്നത്. എന്നാൽ നമ്മൾ അവരെ ഓർത്ത് പ്രാർത്ഥിച്ചു. അടുത്ത് ചെല്ലാൻ കഴിയുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ഒരു സമയത്ത് ഞാനും ആരായി കിടക്കേണ്ടി വരും, രോഗശൈലിയിൽ കിടക്കേണ്ടി. അതുകൊണ്ട് കഷ്ടതയിൽ കൂടി കടന്നു പോകുന്ന, ഊരിൽ താഴ്വരയിലൂടെ കടന്നു പോകുന്ന അനവധി ദൈവമക്കളുണ്ട്. എന്നാൽ ഒരു കാര്യം നമ്മൾ ഒരു നല്ല മുഖപക്ഷം കൂടാതെ ആടുകളെ പരിപാലിക്കും. അത് മാത്രമല്ല, ദ്രവ്യാഗ്രഹമില്ലാതെ ആടുകളെ പരിപാലിക്കും. കർത്തൃത്വം നടത്താതെ, ഭരണം നടത്താതെ ആടുകളെ പരിപാലിക്കും. ദൈവഹിതപ്രകാരം ഉന്മേഷത്തോടെ മനഃപൂർവമായി ആട്ടിൻകൂട്ടത്തിന് മാതൃകയായിക്കൊണ്ട് ആടുകളെ പരിപാലിക്കും. അങ്ങനെയുള്ള നല്ല ഇടയന്മാർക്ക്, സഭാമൂപ്പന്മാർക്ക് പ്രതിഫലം കിട്ടും. എന്താണ് ആ പ്രതിഫലം? തേജസ്സിന്റെ ക്രൗൺ. അനുഗ്രഹിക്കപ്പെട്ട പ്രതിഫലങ്ങളുമായി കർത്താവിന്റെ സന്നിധിയിൽ പിന്നെയും അടുത്ത മറ്റൊരു കിരീടത്തെ സംബന്ധിച്ച് നാം വായിക്കുന്നു. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 10-ാം വാക്യം വായിച്ചിട്ട് നീ സഹിപ്പാടുകളെ പേടിക്കേണ്ട, നിങ്ങളെ പരീക്ഷിക്കേണ്ടതിന് പിശാചൻ നിങ്ങളിൽ ചിലരെ തടവിലാക്കുവാൻ പോകുന്നു. 10 ദിവസം നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകും. മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക. എന്നാൽ ജീവകിരീടം നിനക്ക് തരും. ജീവകിരീടം, മാർട്ടിയേഴ്സ് ക്രൗൺ എന്നാണ് ഇതിന്റെ പേര്. ഈ കിരീടം 2 കൂട്ടർക്കായി. അത് യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 12-ാം വാക്യത്തിൽ നമുക്ക് കാണാം. യാക്കോബ് 1:12 വായിക്കുന്നത്. അത് പരിചയമുള്ള വാക്യമാണ്. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ കൊള്ളാകുന്നവനായിരുന്നതിന് ശേഷം കർത്താവ് വാക്ക് നൽകിയ ജീവകിരീടം. ഇത് മാർട്ടിയേഴ്സ് ക്രൗൺ, രക്തസാക്ഷികൾക്കുള്ള ക്രൗൺ. അപ്പോസ്തലന്മാർക്ക് എല്ലാവർക്കും കിട്ടും. കർത്താവിന്റെ നാമനിമിത്തം കഷ്ടം സഹിച്ചവർക്ക്, പരീക്ഷകളിൽ കൂടി കടന്നുപോയി വിജയം വരിച്ചവർക്ക് ലഭിക്കുന്ന ഈ ക്രൗൺ, ഈ കിരീടം, ദൈവമക്കളെ, എത്രയോ ദൈവമക്കളിൽ നാളുകൾ പീഡിപ്പിക്കും, അപമാനിക്കപ്പെടുന്നുണ്ടെന്ന് അറിയാമോ? ചില നാളുകൾക്ക് മുമ്പ് മണിപ്പൂരിൽ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന ഒരു വിഭാഗം മണിപ്പൂരിൽ ധാരാളമുണ്ട്. പക്ഷേ നമുക്കറിയാം, മുഖികളും മെയ്തൈകളും എന്ന് പറയുന്ന ആ വിഭാഗങ്ങൾ തമ്മിലുണ്ടായ സാമുദായിക സംഘർഷം, വംശീയ കലാപം, ഒരുപക്ഷെ ഭരണകർത്താക്കളുടെ ഒത്താശയോടുകൂടെ നടന്ന ആ വംശീയ കലാപത്തിൽ ക്രിസ്ത്യാനികളെ എന്തുമാത്രം അപമാനിച്ചു. അവരെ ഒന്നടങ്കം നശിപ്പിക്കുവാൻ ഇപ്പോൾ നൈജീരിയ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവരെ വംശത്തോടെ കൂട്ടക്കൊല ചെയ്യുന്ന ആ വംശഹത്യ നടന്നുകൊണ്ടിരിക്കുന്ന ദൈവങ്ങളെ, നമുക്ക് മുമ്പേ പോയിട്ടുള്ള അനവധി പിതാക്കന്മാർ, അനവധി വിശ്വാസം, കർത്താവിന്റെ നാമനിമിത്തം ഈ ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല. എബ്രായലേഖനം 11-ാം അധ്യായത്തിൽ അവരനുഭവിച്ച കഷ്ടങ്ങളുടെ ഒരു വിശദീകരണം നമുക്ക് കൊടുത്തു. ഞാൻ അതിലേക്ക് വിശദീകരിക്കുന്നില്ല. വളരെ ക്രൂരമായ പീഡനങ്ങൾ സഹിച്ചു അനേക ദൈവമക്കൾ ഈ വിശ്വാസത്തിന്റെ പാത പിന്തുടർന്നു. അവർക്ക് ലഭിക്കുവാൻ പോകുന്നത് അനുഗ്രഹിക്കപ്പെട്ട ജീവൻ, മരണപര്യന്തം വിശ്വസിച്ചു കർത്താവ് വാഗ്ദത്തം നൽകിയ ജീവൻ. ഒടുവിലായി ക്രൗൺ ഓഫ് റൈറ്റ്യസ്നസ്, നീതിയുടെ 2 തീമോഥെയോസ് 4-ാം അധ്യായം 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ
നമുക്ക് കാണാം. 2 തിമോഥെയോസ് 4-6 വരെയുള്ള വാക്യം. ഞാനോ ഇപ്പോൾ തന്നെ ബാല്യയാഗമായി ഒഴിക്കപ്പെടുന്നു. ആ. എന്റെ നിര്യാണകാലവും അടുത്തിരിക്കുന്നു. ഞാൻ നല്ല പോർ പെടുന്നു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. അപ്പോസ്തലനായ പൗലോസിന്റെ നിര്യാണകാലം അടുത്തത്. പൗലോസ് നീറോ കൈസറിന്റെ മുമ്പിൽ തന്റെ ശിരസിനെ കുനിയിക്കുവാൻ പോവുകയാണ്. നീറോ ചക്രവർത്തി ക്രിസ്ത്യാനികളുടെ മേൽ കുറ്റം ചുമത്തി താൻ തന്നെ റോമാ നഗരത്തിന് തീ വെച്ചിട്ട് ആ കുറ്റം ക്രിസ്ത്യാനികളുടെ മേൽ കെട്ടിവെച്ചിട്ട് ക്രിസ്ത്യാനികളെ ക്രൂരമായി പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലം. പൗലോസിനറിയാം പൗലോസിന് ലഭിക്കുന്നത് ക്രൂരമായ വധശിക്ഷയായിട്ട്. എങ്കിലും പൗലോസ് തന്റെ ഓട്ടം ഓടി താൻ തന്റെ ശുശ്രൂഷ തേക്കുവാനുള്ള വലിയ മെച്ചപ്പാടോടും താൻ യെരൂശലേമിലേക്ക് പോവുകയാണ്. യെരൂശലേമിൽ എന്നെ അവർ ബന്ധിക്കുമെന്ന് പൗലോസ് നേരത്തെ തന്നെ പറഞ്ഞു. ഇനി എന്റെ മുഖം നിങ്ങൾ കാണുകയില്ല എന്ന് പൗലോസ് പറഞ്ഞു. അവർ കെട്ടിപ്പിടിച്ചു നിർബന്ധിച്ചിട്ട് പോകും യെരൂശലേമിലേക്ക് പോകുവാൻ തന്നെ. ഒടുവിലായി തന്റെ ജീവിതത്തിന്റെ ഒടുവിൽ തന്റെ അനുഭവത്തിൽ നിന്ന് കുറിച്ചു വയ്ക്കുകയാണ്. ഞാൻ നല്ല ഓർമ്മ വിശ്വാസം കാത്തു, ഇത് നീതിയുടെ കിരീടം എനിക്കായി. എനിക്ക് മാത്രമല്ല അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ദൈവമക്കളെ കിരീടങ്ങളുമായി നമ്മുടെ കർത്താവ് വിശ്വസിച്ച എല്ലാവരിലും ക്രിസ്തു അതിശയ വിഷയമായി തീർന്നു. നമ്മുടെ കർത്താവ് വിളിക്കും. നമ്മുടെ കർത്താവ് ഒരുപ്പോൾ നാം കർത്താവിനോടുകൂടി ചേർന്നു. കർത്താവിനോടുകൂടെ നമ്മെ ഒന്നിച്ചിരിക്കുവാൻ നമ്മുടെ കർത്താവ്. ഈ ലോകത്തിലെ അല്പകാല ജീവിതം 70 ഏറെയായാൽ അതിന്റെ പ്രതാപവും പ്രയാസവും ദുഃഖവും നാം ഇവിടെ വിട്ട് ഒരു നാൾ ഈ നശ്വര ലോകം വിട്ട് 1589 നമ്മുടെ ആത്മീയ ജീവിതത്തിൽ പാട്ട് 1889 ഞങ്ങൾ കഴിഞ്ഞ ദിവസം കേട്ടതുപോലെ ഞങ്ങളുടെ മൂത്ത മകൾ കർത്താവിന്റെ സന്നിധിയിൽ ചേർക്കപ്പെട്ട് കഴിഞ്ഞു. ഞാൻ ചില വർഷങ്ങൾ കഴിഞ്ഞു ഞാൻ എൻ്റെ ബുക്കുകളൊക്കെ ഇങ്ങനെ തുറന്ന് ഏതോ ഇങ്ങനെ പരതിക്കൊണ്ടിരുന്നു. മോന്റെ ഒരു ഫോട്ടോ ആ മരണത്തോടടുത്ത സമയത്ത് ഒരു ഫോട്ടോ ആകും ഒരു കവറിനകത്ത്. അപ്പോൾ ഞാൻ ആ ഫോട്ടോ എടുത്ത് നോക്കി, കുറെ നേരം നോക്കി. അപ്പോൾ എന്റെ മനസ്സിലേക്ക് പ്രത്യാശയുടെ ചില വരികൾ കടന്നു. അതൊരു പാട്ടായിട്ട് രൂപപ്പെടും. അത് പല പാട്ടുകൾ എഴുതാൻ ഒരു ആവശ്യമില്ല. എന്നാൽ ഒരു പാട്ട് മാത്രമേ ആത്മീയ ജീവിതത്തിൽ. ആ പാട്ട് 1589. ആ പാട്ടിന്റെ ഒരടി നമുക്ക് പാടി പാട്ടുസോളോർക്ക് എടുത്ത് നോക്കാം. ഇവിടെ പാടി കാണുന്നുണ്ടായിരിക്കും. നിങ്ങൾക്ക് പാടാനായിട്ട് സാധിക്കും. ആ പാട്ട് ഞാൻ എഴുതുമ്പോൾ ഊടുവിട്ടൊടുവിൽ എന്നുള്ള പാട്ടിന്റെ ട്യൂണാണ് മനസ്സിലില്ല. ആ ട്യൂണിലാണ് അതുകൊണ്ട് എല്ലാവർക്കും പാടി പഠിക്കുവാനായിട്ട് ആ പാട്ടിന്റെ അടികൾ നമുക്കൊന്ന് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താൻ നിങ്ങളുടെ അവസരം നിങ്ങൾ പാടി ഒപ്പിച്ചിട്ട് പാരായണം 4 അവസരം ലഭിച്ചത് ഞങ്ങൾ വളരെ സന്തുഷ്ടരാണ്. ദൈവത്തിന്റെ നമുക്ക് ഈ ഭൂമിയിൽ ലഭിച്ചല്ലോ. അതോർത്ത് ദൈവത്തിന് സ്തോത്രം. ഇവിടെ കേട്ട ആ വചനം ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരട്ടെ. അത് പ്രത്യാശയ്ക്ക് കാരണമായി തീരട്ടെ. അത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ. നമ്മുടെ ജീവിതത്തിലെ കുറവുകളെ ഒന്നുകൂടെ മനസ്സിലാക്കി നാം ഒരു നാൾ ദൈവസന്നിധിയിൽ നിൽക്കേണ്ടവരാണ്. അന്ന് നമ്മുടെ കൈകൾ നിറച്ച് പ്രതിഫലം വാങ്ങിക്കത്തിട്ട് കിരീടങ്ങളുമായി ദൈവസന്നിധിയിൽ നിൽക്കത്തിട്ട് നമ്മൾ യോഗ്യതയുള്ള വിശ്വാസികളാണോ ദൈവമക്കളാണോ ആ നിലയിൽ കർത്താവിനെ പ്രസാദിപ്പിക്കുന്ന ശുശ്രൂഷിക്കുന്നവരാണ് എന്ന് നമുക്ക് തന്നെ തെളിയിച്ചുകൊണ്ട് നമ്മുടെ ശുശ്രൂഷകൾ നമ്മുടെ ജീവിതം കർത്താവിന് പ്രയോജനമായി പ്രസാദകരമായി തീരട്ടെ. കർത്താവിന്റെ നാമം മഹത്വം. ആ പാട്ടിനെ തുടങ്ങി തരാം. ഞങ്ങളുടെ വിചാരം പ്രത്യാശയേറിടുന്നേ എന്നുള്ള അതാണ് തുടക്കം.
പ്രത്യാശയേറിടുന്ന നിൻ കൂടെ വാങ്ങിടുവാ കാതോർത്തിരിക്കുന്നു കാലങ്ങളെയായി കഷ്ടങ്ങളെടുന്നേ കർത്താവിൻ വരവി താമസമോ കാലങ്ങളെയായി കഷ്ടങ്ങളെടുന്നേ കർത്താവിൻ വരവി താമസമോ കാത്തുകാത്തിരിക്കുന്നേ ഞാൻ എന്തേ കാന്തനോടൊത്തു വാഴുവാൻ കാത്തുകാത്തിരിക്കുന്നേ ഞാൻ എന്തേ കാന്തനോടൊത്തു വാഴുവാൻ വീടൊന്നൊരുക്കി വേണം വന്നിടാമെന്നതല്ല വാഗ്ദത്തം നൽകിവാനിൽ പോയവനെ വീടൊന്നൊരുക്കി വേണം വന്നിടാമെന്നതല്ല വാഗ്ദത്തം നൽകിവാനിൽ പോയവനെ വാഞ്ചിച്ചു പാർത്തിടുന്നേ ഞാൻ നിത്യ വിശ്രമവിടുവാൻ വാഞ്ചിച്ചു പാർത്തിടുന്നേ ഞാൻ നിത്യ വിശ്രമവിടുവാൻ അണിയാൻ തുളച്ചനാം പാണികൾ നീന്തിയെന്നെ ആശ്ലേഷിച്ചിടും നല്ല നാളാടുന്നു അണിയാൻ തുളച്ചനാം പാണികൾ നീന്തിയെന്നെ ആശ്ലേഷിച്ചിടും നല്ല നാളാടുന്നു ആനന്ദേ ചാർത്തിടുന്നു താകാനിൽ പൊന്മുഖം കണ്ടിടുവാൻ ആനന്ദേ ചാർത്തിടുന്നു താകാനിൽ പൊന്മുഖം കണ്ടിടുവാൻ പാപച്ചെളിയിൽ നിന്നും പാദങ്ങൾ ഉയർത്തി നീ പാടുവാൻ നാവിൽ പുതു പാട്ടും നൽകി ഈ പാപച്ചെളിയിൽ നിന്നും പാദങ്ങൾ ഉയർത്തി നീ പാടുവാൻ നാവിൽ പുതു പാട്ടും നൽകി പാരിനിൽ പാർത്തിടും നാൾ പ്രിയനെ പാടിടും മകത്വം പാരിനിൽ പാർത്തിടും നാൾ പ്രിയനെ പാടിടും മകത്വം പ്രത്യാശയേറിടുന്ന നാഥ നിൻ കൂടെ വാഴുവാൻ കാതോർത്തിരിക്കുന്നു നാഥ കാവേളി കേൾപ്പാനാൻ ഈ പ്രത്യാശയോടെ നമുക്ക് കർത്താവിനെ നോക്കി നാം വിരോധിക്കാം.